അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ്. ചൂരൽ വടി കുലുക്കി പറപ്പിച്ച് പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാറ്. ഞാൻ നോക്കുമ്പം ചൂരലിൻ്റെ നാരിൻ്റെ പകുതി കട്ടിയില്ലാത്ത ചീപ്പ് നൂലിൽ ഒരു കെട്ടുതാലി ഓർത്ത് ഇവിടെ പെടലിയെ കെട്ടുമ്പം ഇവൻ്റെ കൈ ഉറയ്ക്കുന്നില്ല. ചിത്രശലഭം തേൻ കുടിക്കാൻ വേണ്ടി പൂവിൻ്റെ മണ്ടയിൽ കൂടെ പറക്കുന്ന പോലെ കൈ തന്നെ പോകുന്നു. അവസാനം കഷ്ടപ്പെട്ട് കെട്ടി ഒപ്പിച്ച് യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടെ ഒരു കേക്കും കൊണ്ട് എന്നെ കാണാൻ ആശ്രമത്തിൽ വന്നു. ഞാൻ മുറിക്കകത്ത് കേക്ക്, ചെറിയ കേക്ക് ആശീർവദിച്ച് മുറിച്ച് 2 ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു. തമ്മിൽ മുറിച്ച കഷ്ണം ഞാനും എടുത്തു. ബാക്കി അലമാരി വെച്ച് കൂട്ടി. ഇറങ്ങി പോകുമ്പം ഇവൻ്റെ തോളെ തടി ഞാൻ പറഞ്ഞു, പേടിത്തുണ്ട കണക്കധ്യാപക, എന്നെ വിറയാടാ വരച്ചത്. സ്വന്തമായിട്ടൊരു പെണ്ണിനെ കിട്ടുമ്പം കുറേക്കൂടെ ധൈര്യമല്ലേ വരേണ്ടത്. അവൻ ചോദിച്ചു, ആഹാ അച്ഛ അത് വിറയാണെന്നാണോ അച്ഛൻ ഓർത്തെ? ഞാൻ പിന്നെ വിറയല്ലാതെ വേറെ വല്ലതുമാണോ കൈ കിടങ്ങനെ തുള്ളുന്നത്? അവൻ പൊന്നച്ചാ വിറച്ചതല്ല, ഇത് സഭയിലെ ഗൗരവമുള്ള ഒരു കൂതാശയുടെ സ്വീകരണമല്ലേ, പിള്ളകളിയാണോ അച്ഛാ, വിറച്ചതല്ല. പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. സൂര്യന് കീഴിലെ ഏറ്റവും വലിയ സ്നേഹം. അതുകൊണ്ടാണ് ലോകത്തിൽ ഓരോ സൃഷ്ടികർമ്മവും കഴിഞ്ഞ് ദൈവം പറഞ്ഞു, കൊള്ളാം, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. പക്ഷെ അവസാനം ദൈവം പോലും പറഞ്ഞു, ഇത് നന്നല്ല. എന്താ നന്നല്ലാത്തത്? പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആണാണോ ഒരു പെണ്ണ് കൂട്ട് വേണം, പെണ്ണാണോ ഒരാണ് കൂട്ട് വേണം, ദൈവനിശ്ചയം. ഇവിടെ ദൈവം പുരുഷനെ ഗാഠനിദ്രയിലാഴ്ത്തി. നിങ്ങളെല്ലാവരും ബൈബിള് വായിക്കുമ്പം തെളിച്ച് വായിച്ചോണം, ശ്രദ്ധിച്ച് വായിച്ചോണം. ബൈബിളിൽ ചില വാക്കുകൾ ഒരിക്കലേ ഉള്ളൂ, പിന്നെ ഒരിക്കലും കാണുകയില്ല. ഒരിക്കൽ ഉള്ളതും ഒരിക്കലും പിന്നെ ആവർത്തിക്കാത്തതുമായ ഒരു വാക്കാണ് ഗാഠനിദ്ര. ആർക്കാണിത് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന്. അതെന്നാ കിട്ടിയത്? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുഭവിച്ച മഹാഭാഗ്യം ഗാഠനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നുമോനെ ഉറങ്ങടാ, ഉറങ്ങ, മനസ്സമാധാനത്തോടെ ഉള്ളത് നിൻ്റെ അവസാനത്തെ ഉറക്കം കെടുത്താൻ വരുന്നുണ്ട്. അവൻ്റെ വാരിയെല്ലെടുത്തു. ദൈവം ആദ്യം തന്നെ തലയിലാണ് പിടിച്ചത്. ഇവിടുത്തെ എല്ലെടുത്താലോ ദൈവം തന്നെ ഞെട്ടിപ്രവചിക്കുകയോ, തലയിലെ എല്ലെടുത്ത് ഇവിടെ സൃഷ്ടിച്ചാൽ കക്ഷി കാലാകാലം ഇവൻ്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. തലയിലെ എല്ല് വേണ്ട, കാലയെ പിടിച്ചു. കാലയിലെ എല്ലെടുത്താൽ കാലാകാലം ഇവനെ ചവിട്ട് കൊണ്ട് കിടക്കേണ്ടി വരും. അതുകൊണ്ട് അരവന രഹസ്യങ്ങൾ, ഹൃദയ രഹസ്യങ്ങൾ ഉറങ്ങുന്ന വാരിയലിൽ നിന്നും സ്ത്രീക്ക് ജന്മം കൊടുത്തു. അവളെ കണ്ടപ്പോൾ ചിരി, വർത്തമാനം പറച്ചിൽ ഒക്കെ ആരംഭിച്ചു. സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളില്ലാത്ത ലോകം മോർച്ചറി പോലെയാണ്. ഒരു കരച്ചിലും പിഴിച്ചിലും ചീറ്റിലും ചിരിയും ഉണ്ടാകണം, പെണ്ണുങ്ങൾ വേണം ലോകത്ത്. വർത്തമാനം പറച്ചിൽ ആരംഭിച്ചത് സ്ത്രീകൾ ഉണ്ടായതിന് ശേഷമാണ്. നമ്മളെക്കാൾ കൂടുതൽ സ്ത്രീകൾ വർത്തമാനം പറയുന്ന അറിയാവുന്നത് തമിഴന്മാർക്കാണ്. അവർ ഭാര്യയെ വിളിക്കുന്ന വാക്ക് തന്നെ സംസാരം എന്നാണ്. കാരണം ഇഷ്ടം രണ്ടും കൂടെ ഒത്തുപോകുന്ന വാക്കാണ്. കഴിഞ്ഞ വർഷം അതിരമ്പള്ളി പെരുന്നാളിൻ്റെ വെടിക്കെട്ടിന് വികാരിച്ചൻ അനൗൺസ്മെൻറ്റ് അമിട്ട് ഗുണ്ട് വാണം കതിന പൂക്കുറ്റി ഇതൊക്കെ പൊട്ടുന്നത് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് സഹോദരിമാർ അല്പം സ്വരം താഴ്ത്തി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ സംസാരം ആരംഭിച്ചു. സായിപ്പന്മാർ പറയും പരദേശയിലെ ആദ്യത്തെ ഭാഷ ഇംഗ്ലീഷാണ്. ഞെട്ടി എഴുന്നേറ്റ് ആദ്യം നോക്കുമ്പോൾ ഒരു സുന്ദരി പെണ്ണ് മുമ്പിൽ അവൻ ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി. എങ്ങനെ പരിചയപ്പെടുത്തി? മാഡം, ഐ ആം ആഡം. അങ്ങനെ വർത്തമാനം പറച്ചിൽ ആരംഭിച്ചെന്ന മലയാള ഭാഷാപ്രേമികൾ പറയും പരദേശയിലെ ആദ്യത്തെ ഭാഷ മലയാളം. ഞെട്ടി എഴുന്നേറ്റ് ആദ്യം നോക്കുമ്പം പനകല പോലത്തെ മുടി പാദം മുട്ടി കിടക്കുന്ന ഒരു മാതകത്തിടമ്പ് മന്ദം നടന്നു നീങ്ങുന്നു. നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്നർത്ഥത്തിൽ ഹേ വാ. അങ്ങനെ ഹൗവ എന്ന വാക്കുണ്ടായി. ഒരു ഭർത്താവ് ഭാര്യയോട് നേടി, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി വെറും 7000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ പെണ്ണുങ്ങൾ 14,000വും അതിൽ കൂടുതലും വാക്കാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെ പോലുള്ള കിഴങ്ങന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ എല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7000 14,000 ആയതാണ്. എന്നാടി നീ പറഞ്ഞേ? കണ്ടോ, അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാൽ പിടി കിട്ടത്തുള്ളൂ. ഇപ്പോൾ സംസാരം ആരംഭിച്ചു. ഒപ്പം ചിരിയും കരച്ചിലും ആരംഭിച്ചു. ലോകത്ത് ഏറ്റവും നല്ല ചിരി പെണ്ണുങ്ങളുടെ ചിരിയാണ്. അത് പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല, ആണുങ്ങൾക്കേ അറിയത്തുള്ളൂ. എത്ര മനപ്രയാസമുള്ള ഭർത്താവും പുറത്തു പോയി തിരിച്ചു വരുമ്പം ഭാര്യ ഒന്ന് ചിരിച്ചോ അവൻ്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകെട്ട പോലെ ഉരുകിപ്പോവും. പക്ഷേ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല. നീണ്ട പടവലങ്ങിയ പോലെ മോന്ത നീട്ടി ഒറ്റപ്പെടുത്തും. അവൻ്റെ ഷുഗറേ കൊളസ്ട്രോൾ പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് അങ്ങേയറ്റമാവും. പെണ്ണുങ്ങൾ ചിരിച്ചോ വീട്ടിൽ സമാധാനമുണ്ട്. ശരികാരി വർത്തമാനം ഒരുമാതിരി ആക്കുന്ന ചിരിയുണ്ട്. നന്നായിട്ട് ചിരിച്ചോ ആണുങ്ങളെ നേടാൻ പറ്റും. ലോകത്ത് ഒരിക്കലും ചിരിക്കാത്ത ആണും
ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കാണുമ്പോഴാണ്. രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, ഒരിക്കലും ചിരിക്കാത്ത മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജീവിതത്തിൽ ആദ്യം ചിരിച്ചത് ഐശ്വര്യറായിയെ കണ്ടപ്പോഴാണ്. അന്ന് വരെ ചിരിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ട് നേടാം. 2, കരഞ്ഞുകൊണ്ട് നേടാം. പെണ്ണുങ്ങൾ കരഞ്ഞോ ആണുങ്ങളുടെ കഥ കഴിഞ്ഞു. കാമുകി കരഞ്ഞാൽ കാമുകൻ ഉരുകും. ഭാര്യ കരഞ്ഞാൽ ഭർത്താവ് അലിയും. മോള് കരഞ്ഞാൽ അപ്പൻ അയയും. പെങ്ങൾ കരഞ്ഞാൽ ആങ്ങളെ വീഴും. കാരണം ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് വെള്ളം വീണാൽ പെട്ടെന്ന് അലുത്തു പോവും, കുഴഞ്ഞു പോവും. പക്ഷേ പെണ്ണുങ്ങളെ ആസിഡ് ഒഴിച്ചാൽ പോലും ഇളക്കാൻ പറ്റുകയില്ല. കാരണം എല്ലേന്നുണ്ടായതാണ്, നല്ല കട്ടി എന്നാണ് വെയ്പ്പ്. ഇപ്പോൾ സാമ്പത്തിക സ്നേഹം, ഓസിയ പ്രവാചകൻ പറയുന്നു, ഈ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തൻ്റെ മക്കളെ മറക്കുകയില്ല. ഓസിയ പ്രവാചകനെക്കുറിച്ച് പറയുന്ന 2 വാക്കുണ്ട്. സംസ്കാര സമ്പന്നൻ, കുലീന കുലജാതൻ. കുറേ നാളുകളിൽ പ്രസംഗിച്ച് നടന്ന ഓസിയായിക്ക് ഒറ്റയ്ക്ക് മടുത്തപ്പം കല്യാണം കഴിക്കണമെന്ന് തോന്നി. അന്ന് ചാവറ bethlehem.com വന്നിട്ടില്ല, മനോരമ.com ഇല്ല, പിൻ പോയിൻറ്റും നിലവിൽ വന്നിട്ടില്ല. പിന്നെ ഏകയുള്ള ദല്ലാൾ ദൈവമാണ്. ദൈവത്തോട് പറഞ്ഞു, ഒറ്റയ്ക്ക് മടുത്തു, കല്യാണം കഴിക്കണം. തമ്പുരാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ തോന്നിയാൽ അധികം നീട്ടി വെക്കരുത്, എത്രയും പെട്ടെന്ന് കെട്ടിക്കോണം. ആരെ കെട്ടും? ജെറുസലേമിന് തെരുവീതിയിൽ ഒരു വേശ്യാസ്ത്രീയുണ്ട്, പരസ്യ വേശ്യ ദേവദാസി. അവളുടെ പേര് ഗോമർ. ഗോമർ എന്ന പെണ്ണിനെ കെട്ടണം. ദൈവനിശ്ചയപ്രകാരം ഹോസിയ പ്രവാചകൻ ഗോമറിനെ കെട്ടി. കാനാൻ സമുദായത്തിലെ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ, കാനാൻ സമുദായത്തിൻ്റെ അന്നത്തെ രീതി, ഒരു സ്ത്രീ പ്രസവിക്കുന്നത് തൊലിവെടുത്തതും മൂത്തതും ആണ്. പെണ്ണാണെങ്കിൽ അവളെ കെട്ടിക്കുകയില്ല. 18-ാം വയസ്സിൽ കാനാൻകാട് ക്ഷേത്രത്തിൽ പൂജാമുറിയോട് ചെന്നൊരു മുറി, ആ മുറിയിൽ അവൾ താമസിക്കണം 50 വയസ്സ് വരെ. 32 വർഷക്കാലം ഇവൾക്കൊരു ഡ്യൂട്ടിയേ ഉള്ളൂ. കാനാൻ സമുദായത്തിലെ ആണുങ്ങൾ കല്യാണം കഴിച്ചിട്ട് സ്വന്തം ഭാര്യയോട് ശാരീരിക വീഴ്ച നടത്തുന്നതിന് മുമ്പ് ഒരു പ്രത്യേക ഫീസ് ക്ഷേത്രത്തിൽ കെട്ടിവെച്ചിട്ട് ഇവളോട് ബന്ധപ്പെടണം, എങ്കിലേ മക്കളുണ്ടാവൂ. അതിന് വിളിക്കുന്ന വാക്കാണ് ഫെർട്ടിലിറ്റി കൾട്ട്, അല്ലെങ്കിൽ പുഷ്കലതാ വിധി. അപ്പം അങ്ങനെയുള്ള ക്ഷേത്രവേശ്യ അവിടെയാണ് കെട്ടാൻ കാണിച്ചു കൊടുത്തത്. 3 മക്കൾ ജനിക്കുന്നവരെ കുഴപ്പമില്ല. 3 മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ സ്വഭാവം തലപൊക്കി വേറെ ആണുങ്ങളുടെ പുറകെ ഓടാൻ തുടങ്ങി. പ്രവാചകൻ മനസ്സ് നേറി ദൈവത്തോട് പറയുക, ഈ വേശ്യാസ്ത്രീ അല്ലാതെ വേറെ ഒരുത്തിയെ നീ എനിക്ക് ഭാര്യയെ തരാൻ കണ്ടില്ലേ? അവൾ എന്നെ മറന്ന് അന്യ ആണുങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ എനിക്ക് വേദനിക്കുന്നു, പക്ഷെ എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല, ഞാൻ സ്നേഹിച്ചു പോയി. അപ്പോൾ ദൈവം പറയുക, അല്ലയോ പ്രവാചക, നിൻ്റെ ഭാര്യ നിന്നോട് അവിശ്വസത കാണിച്ച് അന്യ പുരുഷന്മാരുടെ പിന്നാലെ പോയിട്ടും നിനക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല, കാരണം നീ അവളെ സ്നേഹിച്ചു പോയി. അങ്ങനെയെങ്കിൽ എൻ്റെ ജനം എന്നെ മറന്ന് അന്യ ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ, വിജാതി വിഗ്രഹങ്ങളെ തൊഴുമ്പോൾ എനിക്കവരെ മറക്കാൻ പറ്റുമോ? ഞാനവരെ സ്നേഹിച്ചു പോയില്ലേ? പഠിപ്പിച്ച പാഠം, സൂര്യന് കീഴെ ഏറ്റവും വലിയ സ്നേഹം ഭാര്യാഭർത്തൃ സ്നേഹം. ആ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും അപേക്ഷയായ ദൈവത്തിൻ്റെ സ്നേഹം മാറുകയില്ല. അത് ഉറച്ച സ്നേഹം. 2, യേശയ്യ. ഇപ്പോൾ ഓസിയ പ്രവാചകൻ ദാമ്പത്യ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ അപേക്ഷയായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ പഠിപ്പിച്ചു. 2, യേശയ്യ. ക്രിസ്തുവിന് 740 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യ പ്രവാചകൻ പഠിപ്പിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം പെറ്റതള്ളയും കുഞ്ഞും തമ്മിലാണ്. അങ്ങനെയുള്ള അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. യേശയ്യാവിൻ്റെ പ്രവചനം 49-ാം അധ്യായം 16-ാം വാക്യം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. സാധാരണ രീതിയിൽ ഒരമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ പറ്റുകയില്ല. പക്ഷേ ചില അമ്മമാർ മറക്കാം. ഭ്രൂണഹത്യയിലൂടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവർ, ചെറിയ വിലയ്ക്ക് മക്കളെ വിൽക്കുന്നവർ, പത്രത്തിൽ വാർത്ത. ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് പോകുന്നു, അഴുക്കിയാലിൽ തള്ളിയിട്ട് പോകുന്നു, ഓടകളിൽ ഉന്തിയിട്ട് പോകുന്നു, ബസ്സിൽ വെച്ച് മറന്നിട്ട് പോകുന്നു. അടുത്തിടെ ഒരു സ്ത്രീ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ വന്നു, 8 മാസം പ്രായമായ കുഞ്ഞിനെയുമായിട്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ അടിച്ചു. മൊബൈൽ ഫോണിൻ്റെ വർത്തമാനം പറഞ്ഞങ്ങ് പോയി, കുഞ്ഞിനെ സീറ്റിൽ വെച്ചിട്ട്. പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞ് മേലെ ചൊവ്വ സ്റ്റേഷനിൽ നിന്നും കുഞ്ഞിനെ കണ്ടുപിടിച്ച അമ്മയ്ക്ക് മറക്കാം. എങ്ങനെയുള്ള അമ്മ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പഴയ നിയമ കാലഘട്ടത്തിൽ മിടുക്കി തള്ളമാർ മക്കളെ 3-3.5 വയസ്സ് വരെ മുലപ്പാൽ കുടിപ്പിക്കുമായിരുന്നു. സാറ ഇസഹാക്കിനെ 3.5 വയസ്സ് വരെ മുലയൂട്ടി എന്നാണ് പറയുക. ഇന്ന് യേശയ്യാ പ്രവാചകൻ കോട്ടയത്തും ഈ പ്രദേശത്ത് എവിടെയെങ്കിലും വന്നാൽ ഈ വാക്കിന്ന് പറയാൻ പറ്റുമോ? ഇന്ന് അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് സംസ്കാരം വന്നപ്പം ചെറുപ്പക്കാരി പെണ്ണുങ്ങൾക്കൊരു തോന്നൽ, അമ്മയുടെ മുലപ്പാൽ കുടിച്ച് കൊച്ചു വളർന്നാൽ അമ്മയുടെ ശരീരത്തിന് ഷേപ്പ് പോകും. അതുകൊണ്ട് എന്തു ചെയ്യും?
3 മാസം പ്രായമായ കുഞ്ഞിൻ്റെ 4 ഇഞ്ച് വണ്ണമുള്ള വായിൽ 5 ഇഞ്ച് വണ്ണമുള്ള തമരികമ്പി നിപ്പിള് കുപ്പി കുത്തിക്കയറ്റും. എരുമപ്പാൽ, പാട്ടും പാല്, പശുവും പാല്. കുഞ്ഞിൻ്റെ തൊണ്ണയെ വരെ കുത്തി ഇറക്കിയിട്ട് പറയും, ഞൊട്ടി ഞൊണയടാ കുഞ്ഞിരാമ, അഞ്ഞു വലിക്കടാ കൊച്ചുരാമ. അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നാൽ അമ്മയുടെ ശരീരത്തിന് ഷേപ്പ് പോകും. കൊച്ചു കട്ടിലേക്ക് കിടന്ന് 2 കൈയും കാലൂടെ അടിച്ചുകൊണ്ട് പറയുക, വളർന്ന് വരട്ടടി, 20 വയസ്സാകട്ടെ, ഞാൻ നിൻ്റെ ഷേപ്പ് മൊത്തം മാറ്റിക്കോളാം. ചില പിള്ളേരും പറ്റും വളർന്നു വരുമ്പം അമ്മയെന്ന് വിളിക്കുകയല്ല, മേം, കാരണം ആടുംപാലാ കുടിച്ചു വളർന്നത്, അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണ് പറയുക, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഇപ്പം ഹോസിയ ദാമ്പത്യ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പഠിപ്പിച്ചു. യേശയ്യ അമ്മ കുഞ്ഞ് ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പഠിപ്പിച്ചു. 3 എസക്കിയേൽ ആട്ടിടയനാണ്. ആട്ടിടയനായ എസക്കിയേൽ ഇടയൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പഠിപ്പിച്ചു. എസക്കിയേൽ 31 മുതൽ 38 വരെ അധ്യായങ്ങൾ. താൻ മെനഞ്ഞെടുത്ത കുടത്തെ മറന്നാലും ദൈവം താൻ മെനഞ്ഞെടുത്ത മനുഷ്യനെ മറക്കുകയില്ല. കുശവൻ കുടത്തെ മറന്നാലും ദൈവം ജനത്തെ മറക്കില്ല. ഹോസിയ ദമ്പതിമാരുടെ ഭാഷയിൽ, യേശയ്യ പെറ്റ തള്ളയുടെ ഭാഷയിൽ, എസക്കിയേൽ ഇടയൻ്റെ ഭാഷയിൽ, ജെറമിയ കുശവൻ്റെ ഭാഷയിൽ. ഇവരെല്ലാവരും പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ സ്നേഹം പാറ പോലെ ഉറച്ചത് അപേക്ഷിച്ചില്ല. ഇതൊറ്റ വാക്കിൽ സംഗ്രഹിച്ചത് ദൈവത്തിൻ്റെ ഭക്തനായ സങ്കീർത്തകൻ 103-ാം സങ്കീർത്തനം 8-ാം വാക്യം. അവിടെയാണ് പറയുക, കർത്താവ് കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. ദൈവത്തെ അനുഭവിച്ച സങ്കീർത്തകന് ദൈവത്തെക്കുറിച്ച് പറയാൻ മറ്റൊരു വാക്കില്ല. അവൻ സ്നേഹനിധി, അവൻ അപേക്ഷിലയും സ്നേഹനിധിയുമാണ്, കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. ബൈബിളിൽ ഒരു പേരിട്ടാൽ പേര് പോലെ ഷെയ്പ്പ്, പേര് പോലെ പെരുമാറ്റം, പേര് പോലെ സ്വഭാവം. കായേൻ അർത്ഥം ഞങ്ങൾ സമ്പാദിച്ചു. മോശ വലിച്ചെടുക്കപ്പെട്ടവൻ. ജോസഫ് വളർത്തുന്നവൻ. ജേക്കബ് കാലെ പിടിച്ച് വലിക്കുന്നവൻ. തോമ ഇരട്ട. യോഹന്നാൻ ദൈവത്തിൻ്റെ ദാനം. മാർഗരറ്റ് മുത്ത്. ഡോണ ഗിഫ്റ്റ്. അർത്ഥമുള്ള പേരേ ഇടൂ വേദപുസ്തകത്തിൽ, അർത്ഥമില്ലാതെ പേരിടുകയില്ല. ഇന്ന് ഒരു കരുണയില്ലാത്തവനെ കരുണാനിധി വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ബൈബിളിൽ അങ്ങനെയല്ല. കരുണയുണ്ടെങ്കിൽ കരുണാനിധി, അവൻ സ്നേഹനിധി, കരുണാവാരിധി എന്നാണ് പറയുക. ഇന്ന് നമുക്കൊക്കെ ഇന്ന് രീതിയിൽ പേരിടുന്നതൊക്കെ ഒരു പ്രത്യേക ഒരു രീതിയാണ്. അപ്പൻ്റെ അമ്മയുടെ ആദ്യാക്ഷരം വെച്ചുകൊണ്ട് മക്കൾക്ക് പേരിടുന്നവർ. അപ്പൻ്റെ പേര് ആൻ്റണി, അമ്മയുടെ പേര് സ്മിത, ഉണ്ടായത് പെങ്കൊച്ച്, ഇട്ട പേര് ആസ്മ. നമ്മളാണ് ഇട്ടിട്ട് പോവുക. അങ്ങനെ പേരിട്ട് പോയാൽ അപ്പൻ്റെ പേര് വേലായുധനെന്നും അമ്മയുടെ പേര് ശ്യാമളയെന്നും ഉണ്ടായത് പെങ്കൊച്ചുമാണെങ്കിൽ ആദ്യാക്ഷരം വെച്ച് നിങ്ങൾ തന്നെ ഇട്ടുകൊണ്ടാൽ മതി. ഇന്നത്തെ പേരുകൾ എങ്ങനെയാണ്? പണ്ട് പേര് കേട്ടാലറിയാം ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ. ഭാസ്കരൻ ഹിന്ദു, ബഷീർ മുസ്ലിം, തോമസ് ക്രിസ്ത്യാനി, ജാനകി ഹിന്ദു, സുഹറ മുസ്ലിം, മേരിക്കുട്ടി ക്രിസ്ത്യാനി. ഇന്ന് 3 ആൺപിള്ളേർ ഏത് വർഗമാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഒന്നാമത്തവൻ അനീഷ്, രണ്ടാമത്തവൻ സുനീഷ്, മൂന്നാമത്തവൻ ഫിനീഷ്. തീർന്നു. കല്യാണം കഴിഞ്ഞ് 1-ാം വർഷം പെങ്കൊച്ചുണ്ടായി. ദൈവം തന്ന നിധി നിധിമോൾ. 2-ാം വർഷം വീണ്ടും വേണം, അയ്യോ വിധി വിധിമോൾ. 3-ാം വർഷം വീണ്ടും വേണം, അയ്യോ മതി മതിമോൾ. 4-ാം വർഷം വീണ്ടും വേണം, അയ്യോ ചതി ചതിമോൾ. നമ്മളാണ് ഇട്ട് പോവുക. അപ്പോൾ ഇവിടെയാണ് ദൈവത്തിന് പേര് കൊടുത്തു. അവൻ കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. ഈ സ്നേഹം നിങ്ങളും ഞാനും അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് മഴ പെയ്യുന്ന ഒരു സന്ധ്യയിൽ ഒരു 1.5 മണിക്കൂർ സമയം വന്ന് ഇതുപോലെ ഇരിക്കാൻ നിങ്ങൾക്ക് ശക്തി കിട്ടുന്നത് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. തെറിവിളിക്കുന്ന ഭർത്താവ്, പരിഭവിക്കുന്ന മക്കൾ, പോരുകുത്തുന്ന കൊച്ചുമക്കൾ, ആ കുടുംബത്തിലും ഒരു മെഴുകുതിരി പോലും ഉരുകാൻ ഒരമ്മയ്ക്ക് ഭാര്യയ്ക്ക് ശക്തി കിട്ടുന്നത് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉള്ളിലുള്ളതുകൊണ്ട്. എപ്പോഴും തർക്കുത്തരം പറയുന്ന ഭാര്യ, തെമ്മാടിത്തരം കാണിക്കുന്ന മക്കൾ, ആ വീട്ടിലും ഒരു ഗോതമ്പ് മണി പോലെ പൊടിയാൻ അപ്പന് ശക്തി കിട്ടുന്നത് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉള്ളിലുള്ളതുകൊണ്ട്. ഞങ്ങളുടെ സമപ്രായക്കാരെല്ലാം സുന്ദരമായ വേഷം ധരിച്ച് ടിപ്പ് ടോപ്പായിട്ട് നടക്കുമ്പം ഞങ്ങൾ ഏതാനും അച്ഛന്മാർ ഏതോ അറബി നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പോലെ അന്യകൃന്ന് പൊട്ടി വീണ പോലെ ഒരു പ്രത്യേക വേഷവും ധരിച്ച് നടക്കുന്നു. ഒരമ്മ മോൻ അമ്മയെ മസ്കറ്റിൽ കൊണ്ടുവന്നു. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് 1/2 മണിക്കൂർ ഡ്രൈവ്. കാറിൻ്റെ അകത്തിരിക്കുന്ന അമ്മ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് നോക്കിയിട്ട് സ്തുതിയോട് സ്തുതി. കാരണം നോക്കുന്നിടത്തെല്ലാം അറബി അച്ഛന്മാർ നിരന്ന് നിൽക്കുന്നു. ജൂൺ ജൂലൈ ഓഗസ്റ്റിലെ മഴക്കാലത്തും അമേരിക്കയിലെ യൂറോപ്പിലെ തണുപ്പതും ഈ കുപ്പായം നല്ല രസമാണ്. പക്ഷേ കേരളത്തിൽ
ജനുവരി മുതൽ മെയ് മാസം വരെ ഉച്ചയ്ക്ക് 12 മണി സമയത്ത് ഈ കുപ്പായം ധരിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷാ ദോശക്കല്ലേ കയറിയിരിക്കുന്ന അനുഭവമാണ്. ലോകയുടെ ചൂട് സഹിക്കാം, ചില മനുഷ്യരുടെ വർത്തമാനം അസഹിക്കാൻ മേലാത്തത്. ഞാൻ കൊല്ലപ്പെടുത്തൊരു പള്ളിയിൽ സന്ധ്യയ്ക്ക് ബൈബിൾ കൺവെൻഷൻ്റെ പ്രസംഗത്തിന് പോവുക. ഒരു കൊച്ചു പെൺകുട്ടി ദൂരെ കൂടെ പോകുന്ന എന്നെ കണ്ട് അവിടെ അമ്മയെ വിളിച്ച് പറയാം, അമ്മേ ഇങ്ങോട്ട് ഓടി വന്നേ, ഒരു സൂത്രം നടന്നു പോകുന്നത് അമ്മ കണ്ടോ? അപ്പോഴേക്കും 200 അടി ദൂരം ഞാൻ അകലെയായി. അവൾ അമ്മയോട് ഉറക്കെ പറയും, നോക്കമ്മേ താണ്ടെ ഒരു മുഴുത്ത ചെറുക്കൻ വലിയ നൈറ്റി ഇട്ടുകൊണ്ട് പോകുന്നത് അമ്മച്ചി കണ്ടോ? എൻ്റെ കൂട്ടുകാരനച്ഛൻ കോട്ടയത്തു നിന്നും KSRTC ബസ്സിൻ്റെ സൈഡിലിരുന്ന് ഭരണങ്ങാനത്തേക്ക് പോരുക. കാറ്റത്തച്ഛൻ്റെ തൊപ്പി ഇങ്ങനെ വിടർന്നിരുന്നു. 3-4 വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കൻ ഓറഞ്ച് പൊളിച്ച് നിന്നിട്ട് അതിൻ്റെ തൊലി ലെറ്റർ പോസ്റ്റ് ചെയ്യണ പോലെ അച്ഛന് ഡിപ്പോസിറ്റ് അനുഭവമുണ്ട്. ഒരവധിക്കാലം ഞാൻ പട്ടത്തിൻ്റെ അവസാന കാലങ്ങളിൽ പഠിച്ചത് കാരിത്താസിൽ ഞങ്ങളുടെ സെമിനാരിയുണ്ട്, അമരേരി കോളേജിൻ്റെ അടുക്കൽ കപ്പുച്ചൻ വിദ്യാഭവൻ. ഒരവധിക്ക് ഞാൻ വീട്ടിൽ പോയി. ഉച്ച കഴിഞ്ഞ് 2:30 ബസ്സിൽ കട്ടപ്പനയിൽ നിന്നും ഞാൻ കോട്ടയം ബസ്സിൽ കയറി കുട്ടിക്കാനം എന്ന സ്ഥലത്ത് എനിക്ക് ഇറങ്ങണം. 10-20 യാത്രക്കാരേ ഉള്ളൂ. ഡ്രൈവറും കണ്ടക്ടറും ഞാനും വഴി എല്ലാവരും ഉച്ചയൂണും കഴിഞ്ഞ് നല്ല മയക്കം. കാഞ്ചിയാർ എന്ന സ്ഥലത്ത് വന്നപ്പോൾ ഒരു സ്ത്രീ 3.5 വയസ്സേറിയ 4 വയസ്സ് പ്രായമുള്ള ഒരു മോനെയും കൊണ്ട് കയറി. അവർ മുണ്ടക്കയം പിടിക്കലെടുത്തു. ഞാൻ ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞ് 20 കിലോമീറ്റർ കഴിഞ്ഞ് അവർക്ക് ഇറങ്ങിയാൽ മതി. ഞാൻ നോക്കുമ്പം ഈ സ്ത്രീയും ചെരിഞ്ഞു കിടന്നുറങ്ങുന്നു. ഞാനും ഡ്രൈവറും കണ്ടക്ടറും ഈ 3.5 വയസ്സുകാരനും ഉറങ്ങിയിട്ടില്ല. വണ്ടി കയറ്റം ഇറക്കം വളവ് പൊളവ് ഗട്ടർ കുന്നേ കുഴി ചാടി പോവുക. ഞാൻ നോക്കുമ്പം ഇത്രയും ചാടിയാൽ പോരാ, കുറേ കൂടെ ചാടിയാൽ കൊള്ളാവുന്ന പരുവത്തിൽ ഇവൻ കമ്പിയിലൂടെ അണ്ണാനെ പോലെ അള്ളിപ്പിടിച്ച് കയറുന്നു ഇറങ്ങുന്നു കയറുന്നു. ഭയങ്കര പ്രകടനം. ഞാനിവനെ നോക്കി 100 ചിരിച്ചു. വേറെ ആരും ശ്രദ്ധിക്കാനില്ലാഞ്ഞുകൊണ്ട് അവനെൻ്റെ ചിരി ഇഷ്ടപ്പെട്ടു. അവൻ സാവധാനം തട്ടി മുട്ടി ഒട്ടി ഒരുമി എൻ്റെ അടുക്ക് വന്നു. അടിമുടി അവനെ സൂക്ഷിച്ചു നോക്കി. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ശരീരഭാഗം ഈ കയറായിരുന്നു. അവൻ സാവധാനം 2 വള്ളിയും കൂടെ കയ്യിലോട്ടെടുത്തു. മുതിർന്ന ആൾക്കാർ ഷേവ് ചെയ്യാൻ വേണ്ടി ബ്രഷിൽ ക്രീം പുരട്ടിയിട്ട് താടിയേലും മീശയിലും ദീക്ഷയിലും ഒരുങ്ങുന്ന പോലെ വള്ളിയുടെ തൊങ്ങലെടുത്തിട്ട് കണ്ണയിലും മൂക്കയിലും കവിളയിലും കിറിയയിലും ചെവിയേലും താടിയേലും ഒരുമോടൊരുമ. കുട്ടിക്കാനമായി എനിക്ക് ഇറങ്ങണം. ഇവൻ ജീവൻ പോയാൽ വള്ളിയെന്ന് പിടിയല്ല, അള്ളിപ്പിടിച്ച് നിൽക്കുക. ഞാൻ പിടിച്ച് വലിച്ചു, അവൻ പിടിവിട്ടു. അവനെ പിടിച്ച് പയ്യെ തള്ളി. അവൻ കരഞ്ഞുകൊണ്ട് അമ്മയ്ക്കിട്ട് മുട്ടി നിന്നു. തള്ള ഞെട്ടി എഴുന്നേറ്റു. യാത്രക്കാരൊക്കെ എഴുന്നേറ്റു. നിർത്തിയ ബസ്സിൽ നിന്നും സൂട്ട്കേസും തൂക്കി പിടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവൻ എന്നെ ചൂണ്ടി അവൻ്റെ അമ്മയോട് പറയുക, നോക്കമ്മേ ദാണ്ടെ പശുമാമ്മ ഇറങ്ങിപ്പോന്നു. ഇതായിരുന്നു അവൻ്റെ കമൻറ്റ്. അപ്പോൾ ഏതോ ഒരു കമൻറ്റിനെ നടുവ് നമുക്ക് ചിരിക്കാൻ പറ്റണോ? ദൈവസ്നേഹത്തിൻ്റെ അഗ്നി നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുക. ദൈവം സ്നേഹമാണ്, മാറ്റമില്ലാത്ത സ്നേഹം, മായാത്ത സ്നേഹം. അഭയശില പ്രവാചകന്മാരിലൂടെയും സങ്കീർത്തനങ്ങളിലൂടെയും പഠിപ്പിച്ചതാണ്. പിന്നീട് നമുക്കറിയാം യോഹന്നാൻ മാഗ്ദാനിയിലൂടെയും യേശു ക്രിസ്തുവിലൂടെയും ഈ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് ലഭിക്കുക. യോഹന്നാൻ മാഗ്ദാനയുടെ ഭാഷ അല്പം പരുഷം, യേശുവിൻ്റെ ഭാഷ മൃദുലവും മയമുള്ളതുമാണ്. യോഹന്നാൻ മാഗ്ദാന മരുഭൂമിയിൽ താമസിച്ചുകൊണ്ട് മരുഭൂമിയുടെ ചൂടുള്ള ഭാഷ. ആണിലെ സന്തതികളെ വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. കട്ടിയുള്ള ഭാഷ യോഹന്നാൻ മാഗ്ദാനയുടെ ഭാഷ. നമുക്ക് യോഹന്നാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ മാഗ്ദാന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മ മലവേടൻ, കാട്ടാളൻ. കാരണം ഭക്ഷണം വെട്ടുക്കിളിയും കാട്ടുതേനും. പലപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നത് കിളിയെ പിടിച്ചിട്ട് തല മുറിച്ച് പപ്പും പൊടിയും പറിച്ചിട്ട് വെട്ടി വിഴുങ്ങി എന്ന രീതിയിലാണ്. ബൈബിൾ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വെട്ടുക്കിളി പക്ഷിയല്ല, ഒരു പയർ എന്നാണ്. നമ്മുടെ നാട്ടിൽ പറയും വാക്കത്തി പയർ. ചുണ്ടുവളഞ്ഞ പയറിനെ ഇസ്രയേൽ വിളിച്ചു വെട്ടിക്കിളി പയർ. ഇന്നും സ്നാപയോനാൻ്റെ വീടിൻ്റെ മുൾവശത്ത് ഈ ഒരു പയർ സാമ്പിൾ അടുത്തുവിട്ടിട്ടുണ്ട്. അതിൻ്റെ തവിടിന് നല്ല പോഷകാംശമാണ്. അതാണ് മുടിയനായ പുത്രന് അവന് തവിട് പോലും തിന്നാൻ കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന ബൈബിളിലെ പശ്ചാത്തലം. അപ്പം വെട്ടിക്കിളി പയറും കാട്ടുതേനും സ്നാപകൻ്റെ ഭക്ഷണം. പരിശ്രമമുള്ള ഭാഷയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ യോഹന്നാൻ പഠിപ്പിച്ചു. കർത്താവ് യേശുവിൻ്റെ ഭാഷ നല്ല മയമുള്ള ഭാഷ. യേശു കണ്ടത് മുക്കുവന്, മീൻപിടുത്തം, ഞാഞ്ഞൂല്, നീർക്കോലി, ഞണ്ട്, ഞവണി, ഈ സാധനമൊക്കെയാണ്. അവർക്ക് മുന്തിരിത്തോട്ടം, അത്തിമരം, ഇടയൻ, മീൻപിടുത്തം, ഇതൊക്കെ യേശുവിൻ്റെ ഭാഷ. കർത്താവായ യേശു കോട്ടയം ജില്ലയിലെങ്ങാനും വന്നിരുന്നെങ്കിൽ, പാലാ ഭാഗത്തെങ്ങാനും വന്നാൽ ഒരിക്കലും മുക്കുവൻ്റെയും മീനിൻ്റെയും ഉപമ പറയുകയില്ല. യേശു പറയും, ടാപ്പിംഗ് തൊഴിലാളി വെട്ടാൻ പുറപ്പെട്ടു. ചിലതിൽ 1 ചിരട്ടപ്പാൽ, ഇതിൽ 1/2 ചിരട്ടപ്പാൽ, ഇതിൽ 1/4 ചിരട്ടപ്പാൽ, ഒട്ടുപാൽ തൂക്കിയിട്ടു, ഷീറ്റ് ഞാത്തിയിട്ടു, ചിരട്ടപ്പാൽ കടിച്ചു പറിച്ചു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.
ഞങ്ങളുടെ ഇടുക്കിയുടെ മലപ്രദേശത്ത് എന്നാൽ പറയും ചേട്ടൻ കപ്പയിടാൻ പുറപ്പെട്ടു. 5 തിലാം കിഴങ്ങ്, 2 തിലാം കിഴങ്ങ്, 1 തിലാം കിഴങ്ങ്. പന്നിയേലി കട്ടുകൊണ്ട് പോയി, കള്ളം പറിച്ചുകൊണ്ട് പോയി, തുരപ്പൻ നൊത്തുകൊണ്ട് പോയി. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കപ്പയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പിടികിട്ടും. ഇവിടെ പത്രത്തിൽ ചോദ്യം ഉണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ കപ്പ തിന്നുന്ന 2 ജീവികൾ. ഉത്തരം 1 ക്രിസ്ത്യാനി, 2 പന്നിയേലി എന്നാണ് ഉത്തരം കൊടുത്തിരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് യേശുവിൻ്റെ പ്രബോധനങ്ങൾ, നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി ക്രിസ്തു 3 ഉപമകൾ പറഞ്ഞ ഒരധ്യായമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 3 ഉപമകളിലൂടെ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് മുടിയിരുന്നത് പോലെ, മുഖം കാണുന്നത് പോലെ, ലൂക്കോസ് 15 നോക്കിയാൽ ദൈവസ്നേഹത്തിൻ്റെ മുഖം കാണിക്കുന്ന 3 വിശ്വപ്രസിദ്ധമായ ഉപമകൾ. 1 കാണാതെ പോയ ആട്, 2 കാണാതെ പോയ പൊടിചികിത്സൻ മുടിയൻ പുത്രൻ ധൂർത്തപുത്രൻ, 3 കാണാതെ പോയ നാണയം. ക്രിസ്തു പറഞ്ഞു, ഇടയന് 100 ആടുകൾ, 100 ആടിൽ ഒരെണ്ണത്തെ കാണാതെ പോയപ്പോൾ ഇടയന് ദുഃഖം, പോയതിനെ കിട്ടിയപ്പോൾ ഇടയന് സന്തോഷം. ഇതുപോലെ ഒരു പാപി തിരിച്ചു വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. ആട്ടിടയന്മാർക്ക് മനസ്സിലായി. വീണ്ടും പറഞ്ഞു, അപ്പന് 2 മക്കൾ, ഇളയവനും മൂത്തവനും. ഇളയവൻ ഒളിച്ചു പോയപ്പോൾ അപ്പന് ദുഃഖം, പോയവൻ തിരിച്ചു വന്നപ്പോൾ അപ്പന് സന്തോഷം. മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷ. 3ാമത് പറഞ്ഞു, നിങ്ങളൊരു സ്ത്രീക്ക് 10 നാണയങ്ങളുണ്ടായിരിക്കെ അതിലൊന്ന് കാണാതെ പോകുമ്പോൾ പ്രയാസപ്പെടാത്തവൾ ആരുണ്ട്? പെരയ്ക്കകം അടിച്ചു വാരി പോയ നാണയം കിട്ടിയപ്പോൾ നാട്ടുകാരെയും കൂട്ടുകാരെയും വിളിച്ച് എൻ്റെ നാണയം കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷിക്കാത്ത സ്ത്രീ നിങ്ങൾ ആരുണ്ട്? സൽക്കാരം നടത്താത്തവൾ. കല്ലിങ്ങത്തറ ഭാഗത്ത് വന്ന് പറയുമ്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. നമുക്കറിയാവുന്ന നാണയം 50 പൈസ, 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ തൊട്ട്. നിങ്ങളുടെ ആരുടെയും 5 രൂപ തൊട്ട് കാണാതെ പോയാൽ പെരയ്ക്കകം തൂത്തുവാരി കിട്ടുമ്പോൾ നാട്ടുകാരെ വിളിച്ച് ടീ പാർട്ടി നടത്തൂ. അതിൻ്റെ 10 ഇരട്ടിയല്ലേ ചിലവ്. ബൈബിളിൽ പറഞ്ഞിട്ടില്ല നിങ്ങളൊരു പുരുഷന് 10 നാണയം, ഒരു സ്ത്രീക്ക്. ഓരോ മതത്തിൽ ഓരോ ഷേപ്പിലാണ് പെണ്ണുങ്ങളുടെ കെട്ടുതാലി. ക്രൈസ്തവ പെണ്ണുങ്ങളുടെ താലി മിന്ന്, ആ മിന്നിൻ്റെ ഷേപ്പ് തീജ്വാല. പന്തക്കുസ്താ ദിവസം പരിശുദ്ധാത്മാവ് തീനാളത്തിൻ്റെ രൂപത്തിൽ വന്നുകൊണ്ട് ക്രൈസ്തവ താലി തീജ്വാല മിന്ന്. ഹിന്ദുക്കൾ പെണ്ണുങ്ങളുടെ താലി വീതി കൂടി പരന്ന ആലിലത്താലി. കൃഷ്ണൻ്റെ മരമാണ് ആൽമരം, ആൽമരത്തിൻ്റെ ഇലയുടെ ഷേപ്പിലാണ് ഹൈന്ദവ താലി ആലിലത്താലി. ഇസ്രയേലിൽ യഹൂദ പെണ്ണുങ്ങളുടെ താലി നാണയത്തുട്ട്. നമ്മുടെ ജെറുസലേമിൽ ബേത്ലഹേമിൽ ഒക്കെ ചെന്ന് കഴിയുമ്പം കെട്ടിച്ച യഹൂദ പെണ്ണിൻ്റെ കഴുത്തിൽ വട്ടക്കാശ് രൂപം പോലെ ലോക്കറ്റ് പോലെ ചളുക്കി പരുത്തി ഇങ്ങനെ താലി വെച്ചേക്കും. കാശ് കുറവാണോ 1 താലി, കൂടുതലുണ്ടോ 2 താലി, ഒത്തിരി ഉണ്ടോ 5 താലി, ഒരുപാടുണ്ടോ 10 താലി. അതിൻ്റെ അർത്ഥം 10 അവന്മാർ കൂടി ഒരുത്തിയെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ല, ഇത്രയും കാശുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കെട്ടിച്ച പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം കെട്ടുതാലി പോകുമ്പോഴാണ്. ഏറ്റവും വലിയ സന്തോഷം പോയ താലി കിട്ടുമ്പോഴാണ്. ചില പെണ്ണുങ്ങൾക്ക് ഉള്ള താലി പോകുമ്പോഴാണ് സന്തോഷം. ഇനിയും പലർക്കും പ്രതീക്ഷ കൊടുത്ത് നടന്നു പോകാം. കെട്ടിച്ച പെണ്ണുങ്ങൾ ഓർത്തോണം, താലി പോയോ എത്രയും പെട്ടെന്ന് വേറൊന്ന് പണിയിച്ചിട്ടോണം. കെട്ടിയവൻ ഓർത്തോണം, എൻ്റെ അവിടെ കഴുത്തെ തൂങ്ങിക്കിടക്കുന്നത് അത് പോയോ എത്രയും പെട്ടെന്ന് താലി പണിയിച്ചിട്ടോണം. കേരളത്തിൽ പറയാറുണ്ട്, താലിയില്ലാത്ത ഭാര്യയും ലോഹയില്ലാത്ത അച്ഛനും ബോർഡ് വെക്കാത്ത ബസ് പോലെയാണ്, ആർക്കും കൈ കാണിക്കാം, നിർത്തി കിട്ടും. അതുകൊണ്ട് താലി അടയാളമാണ്, അത് കഴുത്തിലിട്ടിരിക്കണം. താലി ബോർഡ് കിട്ടുമ്പം സന്തോഷിക്കുന്ന ഒരു ഭാര്യയെപ്പോലെ ഒരു പാപിയുടെ തിരിച്ചുവരവിൽ ദൈവം സന്തോഷിക്കുന്നു. അപ്പോൾ ഈ ലോകം മുഴുവൻ പഠിപ്പിക്കുന്ന പാഠം ദൈവസ്നേഹത്തിൻ്റെ ശാശ്വതമായ ചിത്രങ്ങളാണ്, മനോഹരമായ ചിത്രങ്ങളാണ്. ഈ ലോകത്തിലുള്ള എല്ലാ സ്നേഹവും മാഞ്ഞു പോകുമ്പോൾ മറയാത്ത സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം. ചില ശവടക്കിനും മറ്റും ചെല്ലുമ്പം ചില നമ്മളവർക്കും കരച്ചിൽ കണ്ടാൽ നമ്മളവർക്കും ചിലപ്പോൾ അച്ഛന്മാരൊക്കെ ആണെങ്കിലും ചുമ്മാ നുണയം പ്രസംഗം പറയും. എന്താ പറയുക, ഓ നികത്താനാകാത്ത വിടവ് ദാ കിടക്കുന്നു. ചുമ്മാ നുണയല്ലേ, നികത്താനാകാത്ത വിടവ. പ്രകൃതിയുടെ നിയമം ആണി പോയോ ആപ്പ് കയറാൻ വേണ്ടി കാത്തിരിക്കുക. നമ്മളിങ്ങനെ വെറുതെ പറയുന്നുള്ളതേ ഉള്ളൂ. ദൈവസ്നേഹത്തിൻ്റെ മുദ്ര മനസ്സിലാകുമ്പം നമുക്കറിയാം, പ്രായം പ്രയാസമില്ല, ക്ഷീണം പ്രയാസമില്ല, രോഗം പ്രയാസമില്ല, കമൻറ്റുകൾ പ്രയാസമില്ല. എന്ത് വന്നാലും നമ്മൾ അതിനെയൊക്കെ പിടിച്ചു നിൽക്കും. അതേസമയം ദൈവസ്നേഹത്തിൻ്റെ മുദ്ര മനസ്സിലാക്കാത്ത മനുഷ്യരാണോ പ്രായമായെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്, പല്ല് പറഞ്ഞാൽ സങ്കടം, വയറ് ചാടിയാൽ ദുഃഖം, ആകപ്പാടെ ക്ഷീണം. അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കണ്ടെത്തും. ഒരച്ഛൻ ഒരു പള്ളിയിൽ വന്നു വികാരിയായിട്ട്. ആൾക്കാർ ചോദിച്ചു, അച്ഛന് വയസ്സ് എത്രയായി? അച്ഛൻ പറഞ്ഞു 45. 5 വർഷങ്ങളിൽ അച്ഛൻ ഇടവകയെ നയിച്ചു. 5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിച്ചു, അച്ഛൻ ഇപ്പോൾ എത്ര വയസ്സായി? അച്ഛൻ പറഞ്ഞു 45.
ആൾക്കാർ ചോദിച്ചു അച്ഛന് പ്രായം കൂടിയില്ലേ? അച്ഛൻ പറഞ്ഞു ഞാനൊരു ക്രിസ്തീയ പുരോഹിതനാണ്, നിങ്ങളെപ്പോലെ വാക്കുമാറ്റാൻ പറ്റുകയില്ല. 45 അങ്ങനെ 15 വർഷം കഴിഞ്ഞു. അച്ഛന് വയസ്സ് 60ആയി. ഇടവ കമ്മിറ്റിക്കാർ 60 തിരികൾ, 60 പൂക്കൾ, 60 പ്രാക്കൾ, 60ൻ്റെ സിമ്പൽസ് എല്ലായിടത്തും പതിപ്പിച്ച് വെച്ചു. 60 അംഗീകരിക്കാൻ ഒരു മാർഗവും ഇല്ല. അച്ഛൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർത്തേക്കാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്. നിങ്ങളുടെ വികാരിയായി എനിക്ക് 45 വയസ്സ് തികഞ്ഞതിൻ്റെ 15ാം വാർഷികം ഇടവ സമൂഹം ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. പ്രായം അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്, ക്ഷീണം അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. ചില കുടുംബത്തിൽ ശവടങ്ങിന് ചെല്ലുമ്പം ചില കെട്ടിയവന്മാർ ഭാര്യയുടെ ശബ്ദത്തെ കെട്ടിപ്പിടിച്ചിട്ട് എണീറ്റിട്ട് പോവുകയാണോടി ഉറക്കെ കരയുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഭാര്യയുടെ കലയുടെ സിമിന് ഉണങ്ങുന്നതിന് മുമ്പ് ഞാൻ അവനെ വീണ്ടും കെട്ടിച്ചിട്ടുണ്ട്. ചില പെണ്ണുങ്ങൾ ഇനി എനിക്ക് ആരാണോ, അടുത്ത ചോദ്യം ആരംഭിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് ആരാണോ, ഇതാണ് ജീവിതം എന്ന് പറയുക. പലപ്പോഴും ഇങ്ങനെ ശവോടക്കിനൊക്കെ ചെല്ലുമ്പം ഞങ്ങളുടെ കാപ്പിപ്പൊടി കുപ്പായം കാണുമ്പോൾ വെള്ളക്കുപ്പായം ഇട്ട വികാരിയച്ചന്മാർ വിദഗ്ധമായിട്ട് മാറിയിട്ട് പ്രസംഗം ഞങ്ങളെ ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ സ്ഥാനത്തും അസ്ഥാനത്തും പ്രസംഗിച്ച അച്ഛന്മാരുമുണ്ട്, പ്രസംഗിച്ച് അബദ്ധം പറ്റിയവരുമുണ്ട്. അച്ഛൻ്റെ ഇളയമ്മയുടെ വീട്ടിലേക്ക് പാടത്തിൻ്റെ വരമ്പ് വഴി നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ ശവോടക്ക്. വെള്ളക്കൂപ്പായിട്ട് അച്ഛൻ കാപ്പിപ്പൊടി അച്ഛനെ കണ്ടപ്പം പറഞ്ഞു, ഇനി കപ്പിയാരോട് പറഞ്ഞു വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ചെന്നപ്പം പറഞ്ഞു ചരമപ്രസംഗം നടത്തിയേക്കാവോ? പോയി അച്ഛൻ പറഞ്ഞു, ഒരു പരിചയമില്ലാതെ എങ്ങനെ ചരമപ്രസംഗം? ധ്യാനിപ്പിക്കുന്നവർക്കാണ് പ്രയാസം, ബൈബിളിൽ നിന്ന് പെറുക്കി പറഞ്ഞാൽ പോരെ, അങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. നോക്കിയപ്പം 70ഓളം വയസ്സുള്ള ആൾ, നരച്ച് വീണ്ട മുടി, കുറ്റി മീശ, മക്കൾ പൊട്ടിക്കരയുന്നു, ഭാര്യ ഏങ്ങിക്കരയുന്നു, നാട്ടുകാർ വിങ്ങിക്കരയുന്നു, വികാരിയച്ഛനും വിതുമ്പുന്നു. പ്രസംഗത്തിൻ്റെ സമയമായി. അച്ഛൻ പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുഹായുടെയും നാമത്തിൽ ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിൽ പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം മുറികളുണ്ട്, ഞാൻ പോയി അവിടെ ആയി കഴിയുമ്പോൾ നിങ്ങളും ആയിരിക്കേണ്ടതിന് കൂട്ടിക്കൊണ്ടുപോകും. ഈ മകനെ പിതാവായ ദൈവം കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അധികമൊന്നും എനിക്കറിയത്തില്ല, ഇദ്ദേഹം ഒരു നല്ല അപ്പനായിരുന്നു. അതിൻ്റെ വേദന മക്കളിൽ ഞാൻ കാണും. ഒരു നല്ല കുഞ്ഞാടായിരുന്നു, ദുഃഖം വികാരിച്ചിന് കാണും. നല്ലവനായ മനുഷ്യനാണ്, അതിൻ്റെ വിങ്ങൽ നാട്ടുകാരിലും കാണും. ഒരു വചനം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മകനെ, നീ നിൻ്റെ ഓട്ടം നല്ലവണ്ണം പൂർത്തിയാക്കി. ജീവനുള്ള ന്യായാധിപനായ ദൈവം നിന്നെ ജീവൻ്റെ കിരീടം അണിയിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അച്ഛൻ പറഞ്ഞു നിർത്തുകയും അവിടെ കൂടി നിന്ന 750ഓളം പേർ ഒരൊറ്റ ചിരി, മരണവീട്ടിൽ പൊട്ടിച്ചിരി, ചരമപ്രസംഗത്തിൽ കൂട്ടച്ചിരി. അച്ഛന് ചമ്മലെ പമ്മലെ ജാളിത. ചിരിയുടെ കാരണം അറിയത്തില്ല. അടുത്തുനിന്ന് ചേട്ടനോട് എല്ലാവരും എന്ത് ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പോൾ ചേട്ടൻ ചോദിച്ചു, എന്നാ ഓർത്തോണ്ടാ അച്ഛൻ പ്രസംഗിച്ചത്, എന്നാ പറ്റി, ഈ മനുഷ്യൻ എങ്ങനെയാ മരിച്ചതെന്ന് അച്ഛന് വല്ല പിടിയുണ്ടോ? എങ്ങനെ മരിച്ചതാ? എൻ്റെ അച്ഛ അങ്ങാടിയിൽ കടത്തിണ്ണയിലിരുന്ന് കാശ് വെച്ച് ചീട്ട് കളിക്കുന്ന സ്വഭാവമുണ്ട്. ഇന്നലെ കാശ് വെച്ച് ചീട്ട് കളിച്ചപ്പം പോലീസുകാർ പിടിക്കാൻ വേണ്ടി ചെന്നു. ജീവനം കൊണ്ട് ഓടുന്ന വഴിക്ക് കാല് തെറ്റി ഉടുതുണി പറഞ്ഞ് ഒരു പൊട്ടക്കിണറ്റ് വീണ് അവിടെ കെട്ടിക്കിടന്ന വെള്ളം കുടിച്ചാണ് ഈ മനുഷ്യൻ്റെ മരണം. ഇയാളെ നോക്കിയാണ് അച്ഛൻ്റെ പ്രസംഗം. മകനെ, നിന്നിൻ്റെ ഓട്ടം നല്ലവണ്ണം പൂർത്തിയാക്കി. ജീവനുള്ള ന്യായാധിപനായ ദൈവം നിന്നെ ജീവൻ്റെ കിരീടം അണിയിക്കട്ടെ. മരണവീട്ടിൽ കരച്ചിലുണ്ട്, നാളുകൾ കഴിയുമ്പോൾ ഈ കരച്ചിൽ മാറിപ്പോവും. മായാത്ത സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം മാത്രം. പാറയ്ക്ക് 5 പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിനുമുണ്ട് 5 പ്രത്യേകത. ശിലയുടെ 5 പ്രത്യേകത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും 5 പ്രത്യേകതകളാണ്. എന്തെല്ലാമാണ് ശിലയുടെ 5 പ്രത്യേകത? ഒരു വലിയ പാറ, പർവ്വതം, മല, പാറക്കൂട്ടം, സ്ഥിരത, ഇളകുകയില്ല. സ്ഥിരത, ഉറപ്പ്, അചഞ്ചലത, ഇതാണ് പാറയുടെ 1ാമത്തെ പ്രത്യേകത. 2, പാറയ്ക്ക് വ്യവസ്ഥയില്ല. മഴ വന്നാലും ഇരിക്കും, വെയിൽ വന്നാലും ഇരിക്കും, ഒരു വ്യവസ്ഥയുമില്ല. 3, പദ്ധതി. ദൈവം പാറയെ പ്രകൃതി വെച്ചിരിക്കുന്ന പദ്ധതി പ്രകാരമാണ്. അതുകൊണ്ടാണ് പാറമടകൾ നശിപ്പിക്കരുത്, പാറക്കൂട്ടങ്ങൾ വെടിവെച്ച് തകർക്കരുതെന്ന് പറയുക. അത് പോകുമ്പോൾ ചൂട് പെരുകും, ഉറവ പറ്റും, ഭൂമി ഒത്തിരി ചൂടുള്ളതായിട്ട് മാറും. 4, പരിപാലന. പാറ പരിപാലിക്കുകയാണ് പർവ്വതങ്ങൾ. വിന്ധ്യനും സഹിനുള്ളതുകൊണ്ടാണ് മഴ കിട്ടുന്നു, കാലാവസ്ഥയിൽ നിന്നിരിക്കുന്നു, ശക്തമായ തമിഴ്നാട്ടിലെ ചൂടുകാരനെ തടഞ്ഞു നിർത്തുന്നു. ഒരു പരിപാലനയുടെ ഭാഗമാണ്. 5, വ്യക്തിപരം. ഏത് കള്ളനും ഏത് പുണ്യവാളനും പാറയുടെ കീഴിൽ ഒരേ സംരക്ഷണം. ഒരു വലിയ പാറ ചെരിഞ്ഞിരിക്കുമ്പം ഏത് തെമ്മാടിക്കും ഏത് പുണ്യവാളനും ഒരുപോലെ കയറിയിരിക്കാം. 100 പേർക്കും ഒരേ സംരക്ഷണം. വ്യക്തിപരം. ദൈവത്തിൻ്റെ അഭയശിലയായ ദൈവത്തെ അഭയശില പാറയെന്ന് വിളിക്കുന്നു. പാറയുടെ 5 സ്വഭാവം ദൈവം കാണിക്കുന്നുണ്ടാണ്.
ഞാൻ പാറയിലേക്ക് പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്നാണ് പറയുക. ദൈവത്തിൻ്റെ സ്നേഹത്തിനുള്ള 5 പ്രത്യേകത. 1. സ്ഥിരത. യേശയ്യാവിൻ്റെ പ്രവചനം 54-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം എന്നും നിന്നോടുകൂടിയുണ്ട്. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം എന്നും നിന്നോടുകൂടെ. യേശയ്യ 54, 10 മുതൽ 12 വരെ വാക്യങ്ങൾ. ദൈവത്തിൻ്റെ സ്നേഹം പാറ പോലെ നല്ല അചഞ്ചലമാണ്, ഇളക്കമില്ലാത്തതാണ്, അചഞ്ചലമാണ്. അതിന് 100 ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നു. കള്ളുകുടിയനായ ഭർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ മാറി വരുമെന്നോർത്ത് കരുതലോടെ ഇരിക്കുന്ന ഭാര്യ, ഉഴപ്പിപ്പോയ മക്കൾ നേരെ വരുമെന്നോർത്ത് കാത്തിരിക്കുന്ന മാതാപിതാക്കൾ, പഴിച്ചുപോയ ഒരു കുഞ്ഞാട് സഭയിലേക്ക് വരുമെന്നത് കാത്തിരിക്കുന്ന ഒരു പുരോഹിതൻ, മന്ദബുദ്ധിയായ കുഞ്ഞിന് വേണ്ടി, ഓട്ടിസം ബാധിച്ച മക്കൾക്ക് വേണ്ടി അവധിയെടുത്ത് കാവലിരിക്കുന്ന അമ്മ, അപ്പൻ, ഇതെല്ലാം അചഞ്ചലമായ സ്നേഹത്തിൻ്റെ പ്രതീകം. ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അടുത്തുള്ള മുടിയൂർക്കര പള്ളിയിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഡോക്ടർമാർ അവരുടെ ക്വാർട്ടേഴ്സ് വെഞ്ചരിക്കാൻ എന്നെ വിളിച്ചുകൊണ്ട് ചെന്നു. ഒരു വീട്ടിൽ ചെല്ലുമ്പോഴുണ്ട് പ്രശസ്തയായ ലേഡി ഡോക്ടർ 3 വർഷമായി അവധിയിലാണ്. 3 വർഷമായി അവധിയിലാണ്. അവരുടെ ഭർത്താവ് വലിയൊരു എൻജിനീയറാണ്. വീടിൻ്റെ മതിലിന് മുകളിലേക്ക് കൊങ്ങിണിച്ചെടിയും കമ്മ്യൂണിസ്റ്റ് പച്ചയും കാട്ടുവള്ളിയും പടന്നു കയറിയപ്പോൾ മതിലിനകത്തൊരു മേശയിട്ട് മേശപ്പുറത്തൊരു സ്റ്റൂളിട്ട് സ്റ്റൂളിൽ കയറുന്ന വാക്കത്തേക്ക് വെട്ടി പോയതാണ്. അങ്ങനെ വെട്ടിപ്പോയപ്പോൾ സ്റ്റൂൾ തന്നെ താഴെ വീണു, പെടലി ഒടിഞ്ഞ് കിടക്കുക. 3 വർഷമായിട്ട് കഴുത്തിന് താഴത്തേക്ക് തളർന്നുപോയി. ഭാര്യ തുണി വെള്ളത്തിൽ മുക്കി ഉച്ചി മുതൽ ഉള്ളംകാലി വരെ തുടച്ച് കൊടുക്കുന്നു. ട്യൂബിലൂടെ പാലും ജ്യൂസും പഴച്ചാറും പകർന്നു കൊടുക്കുന്നു. ഞാൻ ചോദിച്ചു, എത്ര നാൾ ഇങ്ങനെ? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ കാവലിന് ദൈവം തന്നതാ. ദൈവം തീരുമാനിക്കുന്ന നാൾ വരെ ഇങ്ങനെ. മലകളകന്നാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും അചഞ്ചലമായ സ്നേഹത്തിൻ്റെ 100 മുദ്രകൾ ദൈവം നമ്മുടെ ചുറ്റും വെച്ചിട്ടുണ്ട്. ആ ഓരോ സ്നേഹവും നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം, മാറ്റമില്ലാത്ത കരുതൽ. 2, വ്യവസ്ഥയില്ല. മഴയത്തും വെയിലത്തും ഒരുപോലിരിക്കുന്ന പാറ. ഏത് മഴയത്തും വെയിലത്തും അതൊരുപോലിരിക്കും, ഒരു വ്യവസ്ഥയില്ല. ദൈവം ഇങ്ങനെ കള്ളനെയും സ്നേഹിക്കും, പുണ്യാളിനെയും സ്നേഹിക്കും, തെമ്മാടിയെയും സ്നേഹിക്കും, നല്ലവരെയും സ്നേഹിക്കും, എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥയില്ലാത്ത ഒരു സ്നേഹം. ഈ സ്നേഹത്തെയാണ് തിരുവചനം നമ്മളെയൊക്കെ പഠിപ്പിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യം. ലൂക്കോസ് 15:20 വ്യവസ്ഥയില്ലാത്ത സ്നേഹം. ഒളിച്ചുപോയ മോൻ തിരിച്ചു വരുന്ന കാത്തു നിൽക്കുന്ന അപ്പനെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കോസ് 15:20 ഒറ്റ വാക്യത്തിൽ 5 ക്രിയകൾ. ബൈബിളിൽ സാധാരണ ഒരു വാക്യത്തിൽ 1-2 ക്രിയകൾ. പക്ഷേ ലൂക്കോസ് 15:20 ഒറ്റ വാക്യത്തിൽ 5 ക്രിയകൾ. പിതാവ് അവനെ ദൂരെ വെച്ച് തന്നെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഒരു വ്യവസ്ഥയുമില്ല. വരുന്ന പന്നിക്കുഴിയിൽ നിന്ന് ദേഹത്ത് ചെളിയും ചേറും ദുർഗന്ധവും. അപ്പന് വേണേൽ പറയാം, മോനെ ഇത് പിയേഴ്സിൻ്റെ സോപ്പ് തേച്ച് കുളിച്ചിട്ട് വാ, നല്ല മണമുണ്ടെങ്കിൽ ഉമ്മ തരാം എന്നല്ല. പിന്നെയോ കെട്ടിപ്പിടിച്ചിട്ട് മൂർത്താവിൽ മുത്തമിടുക ചെളിയോടുകൂടി. ഞാൻ പാപിയാണേലും പരിശുദ്ധനാണേലും സമ്പന്നനാണേലും ദരിദ്രനാണേലും സൽപ്പേരാണെങ്കിലും ദുഷ്പേരാണെങ്കിലും രോഗമുണ്ടെങ്കിലും സൗഖ്യമുണ്ടെങ്കിലും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ ദൈവം മാത്രം. വ്യവസ്ഥയില്ലാത്ത സ്നേഹം. ക്രിക്കറ്റ് താരം ശ്രീശാന്ത് കോഴ വിവാദത്തിൽപ്പെട്ട് ഡൽഹി തീഹാർ ജയിലിൽ കിടക്കുമ്പോൾ അതേ ദിവസം ജയിലിന് നേരെ വാതിക്കലുള്ള ഹരിനഗർ പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കുകയാണ്. ഫരീദാബാദ് രൂപതയുടെ ഹരിനഗർ പള്ളി. ഞാൻ നോക്കുമ്പോഴുണ്ട് സിസ്റ്റേഴ്സും അച്ഛന്മാരും പ്രാർത്ഥനയിൽപ്പെട്ട ചില ആൾക്കാരുമൊക്കെ എന്നും വൈകിട്ട് 5 മണിക്ക് ജയിലിൽ പോവും, 6:30 വരെ. കിരൺ ബേദി തീഹാർ ജയിലിൻ്റെ ചാർജ് ആയപ്പോൾ സമ്മതിച്ചതാണ്. ക്രിസ്തീയ പുരോഹിതന്മാർക്കും സമർപ്പിതർക്കും ആത്മായ പ്രേക്ഷിതർക്കും ജയിലിൽ പോയി പ്രാർത്ഥിക്കാൻ ഒരു സ്വാതന്ത്ര്യം അവിടെ കിട്ടി. ഇങ്ങനെയുള്ളവർ പോയി പ്രാർത്ഥിച്ചു. ഏതാനും ദിവസം കഴിഞ്ഞ് ഈ ശ്രീശാന്ത് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നത് സമ്പൂർണ്ണ ബൈബിൾ മാറോട് ചേർത്ത് വെച്ചാണ്. അതിൻ്റെ ഫോട്ടോ ഇന്നും ഹരിനഗർ പള്ളിയുടെ പ്രധാന കവാടത്തിൽ കാണാം. ഈ ശ്രീശാന്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കുറ്റക്കാരനെന്ന് ആരോപണവിധനായപ്പോൾ ഉറ്റവരും ഉടയവരും പ്രിയപ്പെട്ടവരും ഒക്കെ എന്നിൽ നകന്നു പോയപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ വേദപുസ്തകമാണ്. മാറ്റമില്ലാത്ത സ്നേഹം, വ്യവസ്ഥയില്ലാത്ത സ്നേഹം. ഏത് അല്ലലിലും
തകർച്ചയിലുമൊക്കെ എന്നെ താങ്ങി നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ഒന്ന്, അഭയശിലയായ ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത സ്ഥിരമായ സ്നേഹം. രണ്ട്, വ്യവസ്ഥയില്ലാത്ത സ്നേഹം, പദ്ധതിയുടെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. ദൈവം പാറക്കൂട്ടങ്ങളെ വെച്ചിരിക്കുന്ന പദ്ധതിയായിട്ടാണ്. നാടിനെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ മലകളെ ദൈവം വെച്ചിട്ടുണ്ട്. നാടിൻ്റെ ചൂട് ക്രമീകരിക്കാൻ പാറക്കൂട്ടങ്ങളെ വെച്ചിട്ടുണ്ട്. ഉറവക്കണ്ണികളെ ശേഖരിക്കാൻ മൺപുറ്റുകളെയും പാറക്കൂട്ടങ്ങളെയും ഒക്കെ ദൈവം ശേഖരിച്ചു വെച്ചു. ഇതിനെയൊക്കെ നമ്മൾ തകർക്കുമ്പോൾ താളം തെറ്റും. എല്ലാം ഒഴുകുന്ന വെള്ളത്തെ ഒരു സ്ഥലത്ത് കൊണ്ട് കൂട്ടുമ്പോൾ ഭൂമി ഉരുക്കത്തിൻ്റെ സാധ്യത ആരംഭിച്ചു. ഡാമുകൾ ഉയരുമ്പോൾ സൗകര്യം വർദ്ധിക്കുമ്പോഴും പ്രകൃതി മാറുന്നു. അതുകൊണ്ടാണ് ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ കമ്മീഷനുകൾ പറയുക, ഭൂമിയെ നശിപ്പിക്കരുത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ജീവിച്ച ഹൈറേഞ്ചല്ല ഇന്ന് ചൂട് കൂടുതലാണ്. നാട്ടിലെ ചൂട് അവിടത്തേക്ക് വന്നു തുടങ്ങി. മനുഷ്യൻ മരം വെട്ടി നശിപ്പിച്ചപ്പോൾ, മരങ്ങൾ വെട്ടി മാറ്റുമ്പോൾ ഉറവക്കണിയായ വേരുകൾ ഇല്ലാതാകുന്നു. ഉടനെ ഭൂമിയിൽ ഉറവയില്ലാതെ വരുന്നു. നമ്മളറിയില്ല. വയലുകൾ നിരത്തുമ്പോൾ വെള്ളത്തിന് ഉറവിടമാണ് നഷ്ടപ്പെടുക. നമ്മൾ പള്ളിമുറ്റത്തും വീടിൻ്റെ മുറ്റത്തും പരിസരത്തുമൊക്കെ വെറുതെ ടൈൽസ് ഒട്ടിക്കുമ്പോൾ വെള്ളം താടാനുള്ള സൗകര്യമാണ് നമ്മളില്ലാതാക്കുക. എന്നിട്ട് എന്തൊരു കാലാവസ്ഥ, എന്തൊരു ചൂടെന്ന് പറഞ്ഞിട്ട് ഒരർത്ഥവും ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ കുറ്റം പറയേണ്ടത് കാര്യം ഇരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഒരു പദ്ധതിയുടെ സ്നേഹമാണ്. ദൈവം കരുതുന്നതെല്ലാം ഒരു പദ്ധതി പ്രകാരമാണ്. അപ്പോൾ ആ ഒരു പദ്ധതി, പാറക്കൂട്ടങ്ങളും പർവ്വതങ്ങളും മരങ്ങളുമൊക്കെ പദ്ധതിയുടെ ഭാഗമായി വെച്ചതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിലും ഒരു പദ്ധതിയുണ്ട്. എങ്ങനെയുള്ള പദ്ധതി? ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ പദ്ധതി. റോമാലേഖനം 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കുന്നു. ഒരു പദ്ധതി. എനിക്കിത് വലിയ ഉറപ്പാണ്. ഞാൻ എൻ്റെ നാട്ടിൽ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുമ്പം 3 ഐറ്റങ്ങൾക്ക് ആരും എന്നെ തോൽപ്പിക്കുകയില്ലായിരുന്നു. എനിക്ക് കൃത്യം 1ാം സമ്മാനം കിട്ടുമായിരുന്നു. 1 പ്രസംഗ മത്സരം, 2 കഥാപ്രസംഗ മത്സരം, 3 മോണോ ആയിട്ട്, പിന്നീടത് മിമിക്രി ആയിട്ട് രൂപാന്തരപ്പെട്ടു വന്നു. 10 കഴിഞ്ഞപ്പോൾ അച്ഛനാകാൻ പോകാൻ ആഗ്രഹിച്ചതാണ്. അമ്മയുടെ എതിര് കാരണം അന്ന് പോയില്ല. പ്രീ ഡിഗ്രി പഠിക്കാൻ വേണ്ടി അന്ന് കോളേജിൽ വിട്ടു. പ്രീ ഡിഗ്രി കാലഘട്ടത്തിലും പ്രസംഗത്തിനും മറ്റും 1ാം സമ്മാനം കിട്ടിയപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇഷ്ടമായി. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ തലപ്പത്തേക്ക് പെട്ടെന്ന് ഉയർന്നു വന്നു. അപ്പം അന്നിങ്ങനെ നടക്കുമ്പം കൂട്ടുകാർ പറയും, ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ പാർട്ടിയുടെ MLA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം, പാർട്ടി പണം മുടക്കും, ഇതുപോലെ പ്രസംഗിച്ചാൽ മതി. എനിക്കൊറ്റ പ്രാർത്ഥനയുണ്ട്, ദൈവമേ പ്രീ ഡിഗ്രി ചെയ്യിപ്പിക്കണം, വക്കീലാക്കണം, എന്നിട്ട് നീ എന്നെ MLA ആക്കണം. കാരണം എൻ്റെ നേതാക്കന്മാർ, എൻ്റെ മൂത്തവരെല്ലാം കോളേജുകളിൽ ലോ പഠിക്കുന്നവരാണ്. പ്രാർത്ഥന തുടർന്നു, പഠിക്കാൻ മറന്നുപോയി. രാഷ്ട്രീയം കൊണ്ട് പഠനം ഉഴപ്പി. പരീക്ഷ വന്നപ്പം 32 ഹാജരേ ഉള്ളൂ ഒരു വർഷത്തിൽ മൊത്തം. രാഷ്ട്രീയ സ്വാധീനത്തിൽ പരീക്ഷ എഴുതി, മലയാളം മാത്രം ജയിച്ചു. ബാക്കിയെല്ലാം 100-ൽ 8, 9, 10 കിടക്കാൻ കഷ്ടപ്പാട്. അത് രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രം. ആ സമയത്ത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ശക്തമായൊരു വിള്ളൽ, ഒരു വിഭജനം. ഇപ്പം ഞാൻ അതോടെ രാഷ്ട്രീയം മനസ്സിൽ മടുത്തു. കാരണം പരീക്ഷയിൽ തോൽവി, കൂട്ടുകാരൊക്കെ 2 രൂപയായിട്ട് തിരിയുന്നു. അപ്പം 2 അങ്കിളുമാർ, അച്ഛന്മാരെന്നെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ നിൽക്കേണ്ട, കുറേ നാൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക. അവിടെ ചെന്നു ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അവർ പഠിപ്പിച്ചു. അവിടെയൊക്കെ സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയും പ്രവർത്തനം കണ്ടപ്പം വീണ്ടും ആഗ്രഹം, അച്ഛനായ കൊള്ളാം. 980 അവസാനം ഞാൻ കേരളത്തിൽ തിരിച്ചെത്തി. കത്തോലിക്ക സഭയിലെ കപ്പുച്ചിൻ ദേറ, ഇത് സുവിശേഷ പ്രസംഗ സമൂഹമാണ്, വേറെ പ്രസ്ഥാനങ്ങളൊന്നുമില്ല, ധ്യാന പ്രസംഗങ്ങൾ. ഈ സമൂഹത്തിൽ ചേർന്നു 13 വർഷം പഠിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അച്ഛനാകാൻ പട്ടം കിട്ടുക. 980 ചേർന്നു. 993 ഡിസംബർ അവസാനം പട്ടം കിട്ടി. അതിനുശേഷം തിരുവനന്തപുരത്തായിരുന്നു ആദ്യത്തെ അപ്പോയിൻമെൻറ്റ്. കുറേ നാൾ അവിടെ താമസിച്ചപ്പോൾ ഞങ്ങളുടെ അധികാരിയായ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എന്നും പ്രസംഗിച്ച് നടന്നാൽ പിന്നീടൊന്നും പഠിച്ചില്ല എന്ന് മനപ്രയാസം തോന്നിയാലോ, അതുകൊണ്ട് തിരുവനന്തപുരമല്ലേ, എന്തെങ്കിലും കോളേജിൽ പോയി പഠിച്ചു. ഞാൻ പറഞ്ഞു, പണ്ട് വക്കീലായ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്, സഭയ്ക്ക് എതിരില്ലെങ്കിൽ അത് തന്നെ പഠിക്കാനാണ് താല്പര്യം. അങ്ങനെ സഭ അനുവദിച്ചു. 1996 തിരുവനന്തപുരം ലോ അക്കാഡമി ഞാൻ ചേർന്നു. 99 വക്കീലായിട്ട് പുറത്തിറങ്ങി. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ 6 മാസം പ്രാക്ടീസ് ചെയ്തപ്പം ഭരണജ്ഞാനം ധ്യാന മന്ദിരത്തിലെ ഒരു അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ എന്നോട് ചാർജ് എടുക്കാൻ പറഞ്ഞു. 2001 മെയ് 10 ഞാൻ ഭരണജ്ഞാനത്തിൽ ചാർജ് എടുത്തു. പിന്നെ കോടതി പോകാൻ സമയമില്ല. പക്ഷെ എനിക്ക് ഒരുപാട് കുടുംബ കോടതി ജഡ്ജിമാർ സുഹൃത്തുക്കളുണ്ട്, അഡ്വക്കേറ്റ്സുമാർ സുഹൃത്തുക്കളുണ്ട്. പാവപ്പെട്ട പലരുടെയും കേസ് ഞാൻ റെഫർ ചെയ്യാറുണ്ട്. ഞാൻ പറയുന്ന കേസുകൾ
വക്കീലന്മാർ ശ്രദ്ധയോടെ എടുക്കാറുണ്ട്. കോടതിയിലും അതിൻ്റേതായ പോസിറ്റീവ് അനുഭവങ്ങളുമുണ്ട്. അപ്പോൾ എന്നോട് ചില ആൾക്കാർ കൂട്ടുകാരന്മാരെ വിളിക്കും പീസില്ല വക്കീൽ. ചില കൂട്ടുകാരന്മാർ നിർദ്ദയം വിളിക്കും അമ്മായിയപ്പൻ അമ്മായിയപ്പൻ. അമ്മായിയപ്പനെന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫാദർ ഇൻ ലോ, തർജ്ജമ ചെയ്യുമ്പം അമ്മായിയപ്പനെന്ന് കൂട്ടി വായിക്കാൻ പറ്റും. ഞാനെന്ന് ആഗ്രഹിച്ചത് ലോകത്തിൻ്റെ കോടതിയിൽ കൊലക്കുറ്റം ചെയ്യുന്ന പ്രതിയും കൊണ്ട് ചെല്ലും. എന്നിട്ട് പറയും ബഹുമാനപ്പെട്ട കോടതി, യുവർ ഓണർ, ഈ നിൽക്കുന്ന എൻ്റെ കക്ഷി ലോലഹൃദയൻ, ഉറുമ്പിനെ പോലും തിരുമ്മി കൊല്ലാൻ മനക്കെട്ടിയില്ലാത്തയാൾ കത്തിയെടുത്ത് ഉമ്മ കൊടുത്തപ്പം മൂക്ക് തുളഞ്ഞ് മരിച്ചു പോയതാ, ഇവനെ വെറുതെ വിടണം. തമ്പുരാൻ പറഞ്ഞു വക്കീലിൻ്റെ കോട്ടല്ല, ഒരു കറുത്ത നൈറ്റി, പുറത്തൊരു വെളുത്ത ചരട്, അതേ മൂന്നും കെട്ടി തരും. എൻ്റെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നീ വചനം പറയണം. രാഷ്ട്രീയത്തിൻ്റെ പരിശീലന കളരിയിൽ പ്രസംഗത്തിൻ്റെ മർമ്മങ്ങളും ബാലപാഠങ്ങളും ദൈവം പഠിപ്പിച്ചു വിട്ടത് ഇന്ന് ഇങ്ങനെ സഭയിൽ ഒരു ഉപകരണമാക്കാൻ. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിൻ്റെ നാശത്തിനല്ല, നിൻ്റെ നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായൊരു പദ്ധതി എനിക്ക് നിന്നെക്കുറിച്ചുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതി ഞാൻ ഓർക്കുന്നു. കുടുംബ കോടതിയിലെ കേസ് തന്നെ മതി നിങ്ങളെ ദിവസങ്ങളോളം ഒരേ ഇരിപ്പിൽ ഇരുത്തി ധ്യാനിപ്പിക്കാൻ. എന്തെല്ലാം കേസുകളാണ്! അടുത്തയിടെ ഞാൻ എൻ്റെ കേസ് തീർത്തത് 301 പവൻ 35 ലക്ഷം രൂപ, ഒരു സമ്പന്ന വിഭാഗം. 7-ാം ദിവസം തമ്മിൽ അകന്നോളാൻ സഭാ കോടതിയും പറഞ്ഞു, കുടുംബ കോടതിയും പറഞ്ഞു. കാരണം ഇവന് ഒരു കുഴപ്പമുണ്ട്. അവൻ്റെ ഉച്ച മുതൽ താടി വരെ അവൻ്റെ ഭാര്യയ്ക്ക് തൊടാം. അവൾ വേറെ എവിടെ തൊട്ടാലും അവൻ്റെ ശരീരം ഫ്രീസറിലെ വെള്ളം പോലെ തണുത്ത് മരവിച്ചു പോകും. അവൾക്ക് ചേട്ടാ ചേട്ടാ എന്ന് തോണ്ടി വിളിക്കണമെങ്കിൽ തവ കൊണ്ടോ സ്പൂൺ കൊണ്ടോ പോർക്ക് കൊണ്ടോ കിള്ളി വിളിക്കണം, വിരൽ കൊണ്ട് തൊടാൻ പറ്റിയില്ല. 10 ദിവസം പറഞ്ഞ് ഞാൻ കേസ് തീർത്തു. അവസാനം 50,000 രൂപയുടെ ഗോദജിൻ്റെ ഒരു അലമാരി അവൾ കൊണ്ടുവന്നതാണ്. അവൻ പറയുന്നു നിൻ്റെ ഓർമ്മയ്ക്കായി ഇത് വെച്ചിട്ട് പോകണം. അവൾ പറഞ്ഞു ഒരു കുടക്കമ്പി പോലും ഞാൻ ഇട്ടിട്ട് പോവുകയില്ല. അവസാനം പറഞ്ഞ് അവനും പറഞ്ഞത് വേണ്ട, അവളും പറഞ്ഞത് വേണ്ട. ഞാൻ ആശ്രമത്തിലേക്ക് പോന്നു. അന്ന് ഞാൻ ഭരണങ്ങാനെത്താ. 1 മാസം കഴിഞ്ഞു. രാവിലെ കാപ്പുകൂടിയും കഴിഞ്ഞ് പത്രവും വായിച്ച് ചാരികസേരെ കാല് നീണ്ടിയിരിക്കുമ്പോൾ എൻ്റെ മുറിയുടെ വാതിക്കൽ ഒരു ശബ്ദം. ഞാൻ നോക്കുമ്പം ഒരു ചെറിയ മിനി ലോറി എൻ്റെ മുറിയുടെ വാതിക്കൽ. ലോറിയുടെ പുറത്ത് ഗോതജിൻ്റെ അലമാര, പെണ്ണിൻ്റെ അപ്പൻ, 3 ചുമട്ടുകാർ. ഞാൻ ചെയ്തന്നെ അച്ഛൻ പ്രതിഫലമൊന്നും മേടിക്കാതെ ഞങ്ങളുടെ കേസ് തീർത്തതല്ലേ, അലമാരി അവനും വേണ്ട അവൾക്കും വേണ്ട, അച്ഛനിരിക്കട്ടെന്നും പറഞ്ഞ് അത് ഇറക്കി വെച്ചിട്ട് പോയി. ഇന്ന് ഭരണജ്ഞാനം തേരായിൽ എൻ്റെ കൂടെയുള്ള അച്ഛന്മാർ കുർബാനക്കുപ്പായം തൂക്കുന്ന അലമാരി അച്ഛനായി എനിക്ക് ഡൈവോഴ്സിന് കിട്ടിയ ആദ്യത്തെ പീസാണ്. ഇപ്പോൾ 100 അനുഭവങ്ങളുമുണ്ട്. ഇപ്പോൾ ദൈവം നടത്തുന്ന വഴികൾ. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിൻ്റെ നാശത്തിനല്ല, നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശ നൽകുന്ന അതിമനോഹരമായൊരു പദ്ധതി. ഇപ്പോൾ 1, ദൈവത്തിൻ്റെ സ്നേഹം, സ്ഥിരമായ സ്നേഹം, പാറ പോലെ ഉറച്ചത്. 2, പാറ പോലെ വ്യവസ്ഥയില്ലാത്തത്. 3, പാറക്കൂട്ടം പോലെ പദ്ധതിയുടെ സ്നേഹം. 4, ദൈവത്തിൻ്റെ സ്നേഹം പരിപാലിക്കുന്ന സ്നേഹമാണ്. ഹിമാലയ പർവ്വതം ഇന്ത്യയെ പരിപാലിക്കുന്നു. വിന്ധ്യപർവ്വതം, സഹ്യപർവ്വതം നമ്മളെ പരിപാലിക്കുന്നു. ആൽപ്സ് പർവ്വതത്തിൻ്റെ പാറക്കൂട്ടങ്ങൾ യൂറോപ്പിനെ പരിപാലിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പരിപാലിക്കുന്ന സ്നേഹമാണ്. എങ്ങനെ പരിപാലിക്കും? ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ. ആവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിൽ 10 മുതൽ 12 വരെ വാക്യം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി. അവിടെയാണ് പറയുക, തള്ളക്കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. തള്ളക്കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. കൂടിന്മേൽ ചിറകിട്ടടിക്കുകയും ചിറകിൽ കുഞ്ഞിനെ വഹിക്കുകയും ചെയ്യുന്ന അമ്മക്കഴുകനെ പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. കഴുകനെക്കുറിച്ചറിയണം. തള്ളക്കഴുകൻ മുട്ടയിടുന്നത് പർവ്വതത്തിൻ്റെ മുകളിലും വൃക്ഷത്തിൻ്റെ ഉന്നത ശിഖരത്തിലുമാണ്. നല്ല മുള്ളുകൊണ്ടുള്ള വള്ളി പുറത്ത്, അതിനകത്ത് തുണി, പുല്ല്, പഞ്ഞി, മയമുള്ള സാധനം. മുട്ടയിടും. 21 ദിവസം അടയിരിക്കുമ്പോൾ കുഞ്ഞു കഴുകൻ തോട് കൊത്തിപ്പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരും. എങ്കിലും പറക്കാൻ മടിയാണ്. അപ്പോൾ തള്ളക്കഴുകൻ പറന്ന് നടന്ന് ഭൂമിയിൽ കിട്ടാവുന്ന പോഷകാംശമുള്ള ഭക്ഷണം മുഴുവൻ ശേഖരിച്ച് വായിൽ വെച്ച് ചവച്ചരച്ച് ജ്യൂസ് പോലാക്കും. കുഞ്ഞിൻ്റെ ചുണ്ട് അമ്മയുടെ വായിൽ കയറ്റി വെച്ചിട്ട് ഓസിലൂടെ വെള്ളം വിടുന്ന പോലെ കുഞ്ഞിലേക്ക് ഭക്ഷണം പകർന്നു കൊടുക്കും. 40 ദിവസം കഴിയുമ്പം മേനി മുഴുക്കും, പപ്പ് മുളയ്ക്കും, ചിറ കുറയ്ക്കും. അതിൽ കുഞ്ഞിന് പറക്കാൻ മടിയാണ്. അമ്മയുടെ വായിൽ നിന്ന് വലിച്ചു കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ തള്ളക്കഴുകൻ ഇരുമ്പ് പോലെ ബലമുള്ള ചുണ്ടുകൊണ്ട് കുഞ്ഞിനെ കൊത്തിയെടുത്തിട്ട് ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് പറന്നു വരും. അങ്ങ് മോളിൽ ചെന്ന് ചുണ്ടേന്ന് ഒറ്റ കുടച്ചിൽ, ചുണ്ടേന്ന് പിടിവിടുന്ന കുഞ്ഞ് തലയും കുത്തി താഴോട്ട്.
വീഴുന്ന പടിക്ക് കുഞ്ഞു കെടുക്കാൻ ഓർക്കും, ഓ വളർത്തിയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആ പണി തന്നെ ഈ പണിയെന്നും പറഞ്ഞ് തലയും കുത്തി വീഴുമ്പോൾ കുഞ്ഞു കഴുകൻ്റെ 10 അടി വേഗത്തിൽ തള്ളക്കിഴകൻ താഴത്തേക്ക് ഊളിയിട്ട് പറന്നിറങ്ങും. വിസിരി പോലെ വിശാലമായ ചിറക് മുറം പോലെ വിരിച്ചു പിടിക്കും. തലയും കുത്തി വീഴുന്ന കുഞ്ഞു കഴുകൻ അമ്മയുടെ ചിറകല വീഴുക. 8-10 പ്രാവശ്യത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ അമ്മയ്ക്കൊപ്പമോ അമ്മയേക്കാൾ വേഗത്തിലോ കുഞ്ഞു കഴുകൻ പറക്കാനും വായുവിൽ പതയ്ക്കാനും പഠിക്കും. ഇങ്ങനെയാ തള്ളക്കഴുകൻ അതിന് കുഞ്ഞു കഴുകനെ പറക്കാൻ പഠിപ്പിക്കുക. ഇതുപോലെ ദൈവം നമ്മളെ വീഴിക്കും, എഴുന്നേൽപ്പിക്കും, കരയിപ്പിക്കും, ചിരിപ്പിക്കും, തളർത്തും, ഉയർത്തും. ഇതിലൂടെ ദൈവം നമ്മളെ പരിപാലിക്കുന്നു. ചില നൊമ്പരങ്ങളും വേദനകളും വരുമ്പം എല്ലാം തീർന്നു പോയി എന്ന് നമ്മളാരും കരുതിയേക്കരുത്. അതിൻ്റെ പുറകെ ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലനയുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ദുബായിൽ YMCAക്കാരെ ധ്യാനിപ്പിക്കുമ്പോൾ തിരുവല്ല അടുത്ത് ഓച്ചിറ സ്വദേശിയായ വർഗീസ് പാപ്പച്ചൻ എന്ന ഒരു മനുഷ്യനെ കണ്ടു. 45ഓളം വയസ്സ് പ്രായമുള്ള വർഗീസ് പാപ്പച്ചൻ. അപ്പം ഞാൻ അവിടെ കണ്ടൊരു കാഴ്ച, ഈ മനുഷ്യൻ ഒത്തിരിയേറെ തകർച്ചയിലൂടെ കടന്നുപോയ ആളാണ്. ഷാർജയിൽ നല്ലൊരു കമ്പനി ജോലിയാണ്. ആ ജോലിയുടെ മടുവിലാണ് കമ്പനി പൂട്ടിപ്പോയി. ഭാര്യയും 4 വയസ്സുള്ള മോനെയും തിരിച്ച് നാട്ടിലേക്ക് വിടും. നാട്ടിൽ അമ്മ, അപ്പൻ, പെങ്ങൾ ഇവരുടെയൊക്കെ ഉത്തരവാദിത്വം ഇവൻ്റെ ഇല്ല. 3 മാസം കൂടെ നിൽക്കാം, അത് കഴിഞ്ഞ് വേറെ ജോലി കണ്ടുപിടിച്ചെങ്കിൽ പൊക്കോണം. കമ്പനി അങ്ങനെയാണ് നിയമം പറഞ്ഞത്. പ്രാർത്ഥന, കുരിശുരൂപം, വേദപുസ്തക വായന, കുർബാന, ദേവാലയം, അങ്ങനെ മനുഷ്യൻ കഴിച്ചു കൂട്ടി. പലരോടും കടം മേടിച്ചു. അവസാനമായപ്പോൾ ഇവൻ്റെ ഫോൺ നമ്പർ കണ്ട ആൾക്കാർ ഫോൺ എടുക്കാതെ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് തുടങ്ങി. പൈസ ചോദിക്കാനാണെന്നറിയാം. ഒരു ദിവസം അമ്മയുടെ അനീതിയുടെ മകൾ അല്പം പൈസ കൊടുത്തിട്ടൊരു KFC കോഴി വറുത്തത് 2 പാഴ്സൽ, ഒന്ന് നമുക്കും മക്കൾക്കും, ഒന്ന് ഇവന് മേടിച്ചോളാൻ പറഞ്ഞു. ഇവൻ ചെല്ലുമ്പോൾ ആ കടയിൽ 15ഓളം പേരുടെ ഒരു ക്യൂ. ഒരറബി നീണ്ട ജൂബായും പൈജാമയും ധരിച്ച അറബി കോഴി വറുത്തത് മേടിച്ചിട്ട് നോട്ട് കൊടുത്തു. ബാക്കിയിട്ട് ചില്ലറ പൈസ പോക്കറ്റിലിട്ടു. പോക്കറ്റിലിട്ടപ്പോൾ ഒരു തൊട്ട് താഴെ വീണു. ഉരുണ്ട് വന്ന് ഏറ്റവും പുറകെ നിൽക്കുന്ന വർഗീസ് പാപ്പച്ചൻ്റെ ഇടയിൽ അത് മുട്ടി നിന്നു. അവൻ ആ നാണയത്തോടെ എടുത്തുകൊണ്ടുവന്ന് അറബിക്ക് കൊടുത്തു. അറബി നാണയത്തോടെ മേടിച്ച് വെച്ചിട്ട് താങ്ക്സ് പറഞ്ഞു. അത് കഴിഞ്ഞ് അറബി അവൻ്റെ പാഴ്സലുമായിട്ട് പോയി. കുറേ കഴിഞ്ഞ് വർഗീസ് പാപ്പച്ചൻ ഇവൻ്റെ പാഴ്സലുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അറബി തുറന്ന ജീപ്പിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇവനെയും നോക്കി ഇരിപ്പുണ്ട്. അടുത്തേക്ക് വിളിച്ചു. ഏത് നാട്ടുകാരനാണ്? അപ്പനുണ്ടോ, അമ്മയുണ്ടോ, ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, ജോലിയുണ്ടോ? കുശലാന്വേഷണം കിട്ടി. ഇവനങ്ങ് കരഞ്ഞുപോയി. ദാരിദ്ര്യത്തിന് നടുവില്ല. ഫോൺ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞ കരയൊന്നും വേണ്ട, നിനക്ക് അത്യാവശ്യം വരുമ്പം എന്നെ വിളിച്ചോളാൻ പറഞ്ഞു. അയാൾ വണ്ടി ഓടിച്ചു പോയി. വർഗീസ് പാപ്പച്ചൻ വീട്ടിലേക്കും പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴേ വർഗീസ് പാപ്പച്ചന് അത്യാവശ്യമായി തുടങ്ങി. ഉടനെ വിളിച്ചു, വരാൻ പറഞ്ഞു. ചെന്നപ്പം കാണുന്നത് ഷാർജ പോലീസിലെ DGPയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഈ മനുഷ്യൻ. ഇയാൾ പറഞ്ഞു, ഉരുണ്ടി എന്ന നാണയം എനിക്ക് എടുത്തു തന്നിവൻ സത്യസന്ധനാണ്. ഷാർജ പോലീസിൽ തന്നെ ഒരു ജോലി കൊടുക്കണം. രാജ്യത്തിന് നിയമങ്ങൾ അനുശാസിക്കുന്നില്ല. 6 മാസം കൊണ്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഈ വർഗീസ് പാപ്പച്ചനെ ഷാർജ പോലീസിലെടുത്തു. ഇന്ന് ജയിൽ പുള്ളികളുടെ മേൽനോട്ടമുള്ള പോലീസുകാരൻ, ഡ്രൈവിംഗ് ലൈസൻസ് ഹിസ്റ്ററികൾ പരിശോധിക്കുന്നയാൾ. ഇവൻ പറഞ്ഞച്ചാ ഒന്നുമില്ലാതെ അലഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം മനസ്സിലാക്കിയില്ല. പക്ഷെ നാളുകൾക്ക് ശേഷം എൻ്റെ മനസ്സിന് ബലമായി, ശക്തിയായി ഒരു നാണയത്തുട്ടിൻ രൂപത്തിൽ ഉരുണ്ട് വന്ന് എനിക്ക് ജോലി മേടിച്ചു തന്ന ദൈവത്തിൻ്റെ പരിപാലനയെ ഞാൻ ഓർക്കുന്നു. തകർച്ചകൾ, നൊമ്പരങ്ങൾ, വേദന വരുമ്പം നിരാശപ്പെടരുത്, നീറരുത്. അതിൻ്റെയൊക്കെ പുറകിൽ ദൈവത്തിൻ്റെ പരിപാലനം ഓർക്കുക. ചിന്തകളെ അവസാനിപ്പിക്കാം. 5, ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തിപരമാണ്. ദൈവം നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. എന്താണ് വ്യക്തിപരമായ സ്നേഹം? ലൂക്കോസ് സുവിശേഷം 12:22 മുതലുള്ള വാക്യങ്ങൾ. നിൻ്റെ തലയിലെ ഓരോ മുടിനാരും ഞാൻ എണ്ണിയിരിക്കുന്നു. ഞാനറിയാതെ കിളിർക്കുകയില്ല, ഞാനറിയാതെ കൊഴിയുകയില്ല. ദൈവം എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഇത്രയും പേര് പള്ളിക്കകത്തും പരിസരത്തുമായിട്ടിരിപ്പുണ്ട്. എല്ലാവരുടെയും മൂക്കൊരിടത്ത്, കണ്ണൊരിടത്ത്, ചെവിയൊരിടത്ത്, ചൊടിയൊരിടത്ത്. പക്ഷെ ഒരാളെപ്പോലെ മറ്റൊരാളില്ല. തികച്ചും വ്യത്യാസം. ഞാൻ 2007 മാർച്ച് വരെ ഓർക്കുമായിരുന്നു. ചൈനക്കാരും ജപ്പാക്കാരും കൊറിയക്കാരും എങ്ങനെ പെമ്പർനോതിയെ തിരിച്ചറിയും, കെട്ടിയവനെ തിരിച്ചറിയും. എല്ലാവരും നോക്കിയാലും ഉണങ്ങിയ മുള്ളം കുറിച്ച് പോലെ ചളുങ്ങി പരന്ന് പതുങ്ങിയിരിക്കുന്നു. ഞാൻ സിംഗപ്പൂരിലും ബാങ്കോക്കിലും 3 ആഴ്ചക്കാലം എന്നെ ക്ലാസ്സിലെടുക്കാൻ കൊണ്ടുവന്നു. അവിടെ വെച്ചാൽ മനസ്സിലായത്, ചൈനക്കാരാണോ കണ്ണിനുചുറ്റും മഞ്ഞ നിറം കൂടുതൽ, ജപ്പാൻകാരാണോ പുരിയത്തിൻ്റെറ്റം വളഞ്ഞിരിക്കും, കൊറിയക്കാരാണോ പുരിയത്തിൻ്റെറ്റം പൊങ്ങിയിരിക്കും. എന്തെങ്കിലും വ്യത്യാസം ഓരോരുത്തർക്കും വെച്ചിട്ടുണ്ട്. ചിലർ വിരൽ പൊക്കി പിടിക്കുമ്പോൾ നടുക്ക് വിശാലമായൊരു വിടവ്. നമ്മൾ പറയും, അയ്യോ പാവം, ഒരു കാശ് പോലും കയ്യിൽ ഇരിക്കുകയില്ല, മുഴുവൻ ചോർന്നു പോകുമല്ലോ. ചില ആൾക്കാർ വിരൽ പൊക്കി പിടിച്ചാൽ
രാംകോ സിമെൻറ്റ്, ചെട്ടിനാട്, ACC, അംബുജ, ഡാൽമിയ, ശങ്കർ, മലബാർ സിമെൻറ്റ് എല്ലാം തേച്ചതുപോലെ മുട്ടുസൂചി മണിക്ക് പോലും കടക്കാൻ പറ്റിയല്ല. നമ്മൾ പറയും പിശുക്കാൻ പിശുക്കി ഒരു കാശ് പോലും ചിലവാക്കത്തില്ലല്ലോ. ഇനി കയ്യിലെ രേഖകൾ വ്യത്യാസം. എല്ലാ കയ്യിലെയും രേഖകൾ ഒരുപോലെയാണെങ്കിൽ പാവപ്പെട്ട കൈനോട്ടക്കാരൻ്റെ വയറ്റിപ്പഴപ്പ് എങ്ങനെ നടക്കും? കൈനോട്ടക്കാരൻ കയ്യെ പിടിച്ച് നോക്കിയിട്ട് പറയും, സഹോദര സഹോദരി, സകലമാന രേഖകളും കാണുന്നു. ആയുർരേഖ, വിദേശരേഖ, ആരോഗ്യരേഖ, ആത്മീയ രേഖ, സാമ്പത്തിക രേഖ, ഭൂമധ്യരേഖ, എല്ലാ രേഖയും ഞാൻ ഇവിടെ തന്നെ കാണുന്നു. സകല മണ്ഡലങ്ങളും മോശം. വ്യാഴമണ്ഡലം, ശുക്രമണ്ഡലം, ചൊവ്വാമണ്ഡലം, നിയോജക മണ്ഡലം എല്ലാം മോശമാണല്ലോ. വ്യാഴം കമന്ന് കിടക്കുന്നു, വെള്ളി മരന്ന് കിടക്കുന്നു, ശനി കുനിഞ്ഞു നിൽക്കുന്നു, ഞായർ ഞെളിഞ്ഞു നിൽക്കുന്നു. ഇത്രയും ഭാഗത്താണ് പ്രകടനം. ചില അവന്മാർ TV-യിൽ വാരബലം പറയുന്ന കാണാം. എന്താ പറയുക? ഭരണി നാളി പറഞ്ഞ പെണ്ണുങ്ങളെല്ലാം അടുത്ത ഒരാഴ്ചക്കാലം മാങ്ങ ഉപ്പിലിടാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മുഖം പോലെ മുഖമില്ല, സ്വരം പോലെ സ്വരമില്ല, കൈരേഖ പോലെ കൈരേഖയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് അനശ്വരമായി ഒഴുകുന്നു. അനുഭവിക്കാൻ നമുക്ക് ചില തടസ്സങ്ങളുണ്ട്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കാനഡയിലെ ടൊറോണ്ടോയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പം നയാഗ്ര വെള്ളച്ചാട്ടം ഒന്ന് കാണണം. എൻ്റെ കസിൻ്റെ ഫാമിലിയോട് ചേർന്ന് ഞാൻ നയാഗ്ര കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ ആഗ്രഹം, കയ്യിൽ കരുതിയ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒരു കുപ്പി വെള്ളം നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ പിടിക്കണം. കാറിൻ്റെ ചില്ല് താഴ്ത്തു, കുപ്പി നീട്ടിപ്പിടിച്ചു. നിരവധി വണ്ടികൾ നിർത്താതെ ഹോണടിച്ചപ്പോൾ വണ്ടി മുമ്പോട്ടെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഒരു ശാന്തമായ സ്ഥലത്തിയെന്നു. അപ്പോൾ ആഗ്രഹം, പിടിച്ച വെള്ളത്തിൽ കൂടി കുറേ കുടിക്കണം. ഞാൻ കുപ്പി എടുത്ത് ചുണ്ടോടടുപ്പിച്ചു. ഞെട്ടിപ്പോയി. ഒരു തുള്ളി വെള്ളം പോലും വായി വീഴുന്നില്ല. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് പിടി കിട്ടിയത്. വെപ്രാളത്തിനും വേവലാതിക്കും ടെൻഷനും ഇടയിൽ മുഴുത്ത പ്ലാസ്റ്റിക് കുപ്പി നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ കാണിച്ചപ്പം അടപ്പ് വരാൻ മറന്നുപോയി. ഇതാണ് പ്രശ്നം. നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ലാത്തതല്ല, കുപ്പിയുടെ അടപ്പ് വരാഞ്ഞതാണ് പ്രശ്നം. ദൈവസ്നേഹം മലവെള്ളപ്പാച്ചിൽ പോലെ നമ്മിലേക്ക് ഒഴുകുമ്പോൾ അനുഭവിക്കാനുള്ള തടസ്സം നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തിന്മകൾ, അത് അടപ്പിടതെ മുറുക്കി വച്ചിരിക്കുന്നു. അത് ഓരോന്നോരോന്ന് തിരുത്തുമ്പോൾ ദൈവത്തോടും മനുഷ്യനുള്ള ബന്ധങ്ങളിൽ തെറ്റുകളെ തിരുത്തി മുന്നേറുമ്പോൾ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ അഭയശിലയായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാഹം നമ്മൾ അനുഭവിക്കും.